ബദർ അടയാളപ്പെടുത്തുന്ന വിചാരത്തിൽ ഒന്നതാണ്. എന്തേ? ആയുധബലമല്ല, ആൾബലമല്ല, തിണ്ണബലമല്ല, രാഷ്ട്രീയ ബലമല്ല, വണ്ണബലമല്ല, ഭൗതികമായ മേൽക്കോയ്മകളല്ല, പിന്നെ തറവാടിത്തത്തിന്റെ ഹുങ്കല്ല. ബദറിൽ 300 ചില്ലാനം പട്ടിണിപ്പാവങ്ങൾ 1000 ചില്ലാനം ഗജവീരന്മാരുമായി പടപൊരുതിയിട്ട് വീരേതിഹാസം സൃഷ്ടിച്ചതിന്റെ പിറകിൽ പ്രേരിപ്പിച്ച ഘടകം അത് തഖ്വയാ. അപ്പോഴാണ് ഓപ്പറേറ്റർ ശബ്ദം ഓർക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവരുന്നത്. സംഗതി തഖ്വയാണ്. നിങ്ങൾ ഓരോ ചലനങ്ങളും പ്രസംഗത്തിൽ ഞാൻ പറയാം, അടങ്ങിയവിടെ തഖ്വയാണ്. ആ തഖ്വയാണ് റമദാനം കൊണ്ട് ആദ്യം പോലെ ആക്കി. നിങ്ങൾ എന്തിനാ ഇതിങ്ങനെ പിശുക്കുന്നത്? അതല്ല എനിക്കുള്ളത്. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ബദർ സത്യത്തില് റമദാന് 2-3 ബദറിന്റെ മാസമാണ്. ഒന്ന് ബദർ ഫുർഖാനാണ്. എന്താ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ? സത്യം അസത്യം വേർതിരിച്ചത് ബദറിലൂടെയാണ്. എന്നാൽ ഖുർആൻ ഫുർഖാനാണ്. ഖുർആൻ ഫുർഖാനാണ്. ആ ഫുർഖാനായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും റമദാനിലാണ്. ബദർ സംഭവിച്ചതും റമദാനിലാണ്. 2 ഫുർഖാൻ ഈ റമദാന്റെ പ്രത്യേകതയാണ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ബദർ. ഖുർആന്റെ ലക്ഷ്യം വെളിച്ചമാണ്, ബദർ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ആ ബദറാകുന്ന ലോകത്തെ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെട്ട അത്ഭുതപ്പെടുത്തിയ വിസ്മയത്തിന് നേതൃത്വം നൽകിയതോ ബദറുൽ കമാൽ മുഹമ്മദ് മുസ്തഫ. ബദറുൽ കമാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ദീർഘമായി ഞാൻ പറയുന്നില്ല, പക്ഷേ ബദറാണ് പലപ്പോഴും ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് ശത്രുവിഭാഗത്തിന്റെ പുൽത്തുമ്പിന് അനുമാനിച്ച് ചരിത്രത്തിൽ നിന്ന് അവർ ചികഞ്ഞെടുക്കുന്നതിൽ ഒന്ന് ബദറിന്റെ ഭാഗികമായ ഏതാനും വെട്ടുകളും കുത്തുകളുമാണ്. ആ സമയത്ത് നമ്മളൊന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണേ. ആമുഖമായ സംഭവങ്ങളിലേക്കും അനുബന്ധങ്ങളിലേക്കും കടന്നാൽ ഈ പകൽ സമയത്ത് പ്രഭാഷണത്തിന് പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ പേടിച്ചുകൊണ്ട് വിശാലമായ പ്രപഞ്ചത്തിൽ നിന്ന് സാന്ദർഭികമായ സുപ്രധാനമെന്ന് തോന്നുന്ന ചില ഓർമ്മകൾ മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ ബദർ എന്ന വിഷയം വെച്ചുകൊണ്ട് എന്റെ സ്വദേശമായ വാണിയന്നൂരിൽ ഓഡിറ്റോറിയത്തിൽ 2 ദിവസത്തെ പ്രഭാഷണമുണ്ട്. ബാക്കി വേണമെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് പറയാമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന സുപ്രധാനമായ ചില ശകലങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഉണർത്തിയിട്ട് പിരിയുമ്പോ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂൽ ഇവിടെ പ്രശ്നക്കാരനല്ല. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ള റഹ്മത്തുൽ ലിൽ ആലമീനാണ്, റഹ്മത്തുൽ ലിൽ മുസ്ലിമീനല്ല, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആലമീൻ എന്ന് പറഞ്ഞതിൽ അബൂജാഹിലും പെട്ടിട്ടുണ്ട്, ആലമീൻ എന്ന് പറഞ്ഞതിൽ ഉത്ബത്തും പെട്ടിട്ടുണ്ട്, ആലമീൻ എന്ന് പറഞ്ഞതിൽ ശൈബത്തും പെട്ടിട്ടുണ്ട്, ആലമീൻ എന്ന് പറഞ്ഞതിൽ അസ്വദും പെട്ടിട്ടുണ്ട്, ആലമീൻ എന്ന് പറഞ്ഞതിൽ എല്ലാ ഖുറൈശി നിർഗുണ വിഭാഗത്തിലെ അലമ്പുകളായ കാട്ടുകള്ളന്മാരും പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും റസൂലുള്ളാന്റെ വ്യക്തിത്വ പ്രഭാവത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ പുഴ ഒഴുകേണ്ടതാണ്. അത് ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രശ്നക്കാരൻ റസൂലുള്ളയല്ല. പ്രപഞ്ചത്തെ കാരുണ്യത്തിന്റെ ചിറകിൽ പൊതിയാൻ പടച്ചവന്റെ നിയോഗ പുരുഷനായി രംഗത്തെത്തിയിട്ടുള്ള ഒരാളില്ലെന്ന് ഭീകരതയുടെ അംശം പ്രകടമാകൂല. തീവ്രവാദത്തിന്റെ തീപ്പൊരി കാണാൻ കഴിയൂല. മതത്തെ തീക്ഷണോപായത്തിന്റെ കരിവാരിച്ച ഭാഷയുമായി പരിചയപ്പെടുത്തുന്നത് സങ്കല്പിക്കാൻ കഴിയൂല. അത് 40 കൊല്ലം അള്ളാന്റെ റസൂല് തെളിയിച്ചിട്ടുണ്ട്. 40 കൊല്ലം അബൂജാഹിലിനും അൽ അമീനാണ്, 40 കൊല്ലം ഉത്ബത്തിനും അൽ അമീനാണ്, 40 കൊല്ലം ശൈബത്തിനും അൽ അമീനാണ്. പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ലോകത്ത് പടച്ചവൻ ഏൽപ്പിച്ച ലോകം കേട്ട സത്യങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സമുന്നതമായ സത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലോക
ലോകം കേട്ട, ലോകത്ത് പ്രക്ഷേപണം ചെയ്യപ്പെട്ട, ലോകത്ത് പ്രസംഗത്തിൽ കടന്നു വന്ന, ലോക അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ, പ്രപഞ്ചത്തിന്റെ നാവിൽ നിന്ന് ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും സമുന്നതമായ ഉത്കൃഷ്ടമായ സത്യവാക്യം അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് പടച്ചവന്റെ യോഗത്തിന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ പരിചയപ്പെടുത്താൻ, അത് പണം മോഹിച്ചുകൊണ്ടല്ല, പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ടല്ല, പ്രശസ്തി പത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല, അവാർഡ് കരുതിയിട്ടല്ല, ഉപകാരമാകുമെന്ന് ചിന്തിച്ചിട്ടല്ല, മറിച്ച് അള്ളാഹു അങ്ങ് പറഞ്ഞപ്പോൾ അൻദിർ അശീറത്തകൽ അഖറബീൻ, നബിയെ ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ദൗത്യം ഞാൻ നിങ്ങളും മാത്രം അറിഞ്ഞു പോയാൽ പോരാ, അതുകൊണ്ട് അടുത്ത കുടുംബക്കാരെ ആദ്യം വിളിച്ചോ, അവരോടൊക്കെ പറയാനുള്ള ഈ സത്യസന്ദേശം ഒന്ന് കൈമാറിക്കോ എന്നങ്ങ് പറഞ്ഞ സമയത്ത് റസൂലുള്ള കുടുംബക്കാരെ വിളിക്കുകയാണ്. അതിൽ അബൂജാഹിലുണ്ട്, ഉത്ബത്തുണ്ട്, ശൈബത്തുണ്ട്, അബൂലഹബുണ്ട്. സഫാ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് മനഃശാസ്ത്രപരമായിട്ട് റസൂലുള്ള അവരുടെ ഹൃദയം പിന്നെയും വാങ്ങുകയാണ്. അതാ സ്വഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നു, അള്ളാന്റെ റസൂല് പറയുകയാണ്, മൂത്താപ്പമാരെ, അമ്മായികളെ, എന്റെ കുടുംബമേ, ഈ മലക്കപ്പുറത്തിരുന്ന് സർവായുധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ശത്രു വിഭാഗം നമ്മുടെ കുടുംബക്കാരെ അറുത്തു വീഴ്ത്താൻ, കൊല ചെയ്യാൻ വേണ്ടി അക്രമികൾ കടന്നു വരുന്നു എന്ന് ഈ പാവപ്പെട്ട മുഹമ്മദ് നിങ്ങളോട് മലമുകളിൽ വെച്ചുകൊണ്ട് ഈ പാറയിൽ കയറിയിരുന്നുകൊണ്ട് പറഞ്ഞാൽ, അബൂജാഹിലാകുന്ന മുത്താപ്പ, അബൂലഹബാകുന്ന മുത്താപ്പ, അബൂ താലിബാകുന്ന മുത്താപ്പ, നിങ്ങളത് വിശ്വസിക്കുമോ? എത്ര ഒരു മനഃശാസ്ത്രമാണ് ഈ സമീപനല്ലേ. ദാവത്തിന്റെ ആരംഭം അങ്ങനെയാണ്. അതിലും അവരെ വിശ്വാസം ആദ്യം കയ്യിൽ വാങ്ങിയിട്ടാ പിന്നെ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞ എന്താ നിങ്ങളെ മനസ്സെന്ന് വെച്ചു. അത് പറയുന്നില്ല, പക്ഷെ അവരെ മനസ്സ് പിന്നെ ഈ ലോകത്തിന് കാണിച്ചു തരികയാണ്. ഞാനും ഇവര് തമ്മിൽ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു തരികയാണ് മുഹമ്മദ്. അല്ലെ ഇപ്പൊ പറയണോ, ഞാൻ ഇവരെ കൽബിൽ ഇങ്ങനെയാണ്, പിന്നെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ മുതലാണ് എന്ന് വെടുപ്പാക്കി കാണിച്ചു തരിക. അപ്പൊ അബൂജാഹിലും ഉത്ബത്തും അബൂലം പറഞ്ഞു, ഒരു പ്രശ്നമില്ല മോനെ, കുട്ടിയാണ് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാ, കാരണം ഇന്ന് വരെ കുട്ടി ഞങ്ങളോട് സത്യമല്ലാത്ത പറഞ്ഞിട്ടില്ല, അസത്യത്തിന്റെ ലാഞ്ചന പോലും കുട്ടിയുടെ അക്ഷരങ്ങളിൽ കടന്നു വന്നിട്ടില്ല, പിന്നെ എന്തിന് ഞങ്ങൾ തർക്കിക്കണം, സന്ദേഹിക്കണം, ഞങ്ങൾ തയ്യാറാ. ഉണ്ടോ ഉണ്ടോ കുട്ടി പറയും, ഉണ്ടോ വരുന്നുണ്ടോ? അല്ല, ഞാനത് പറയാൻ വേണ്ടി പറഞ്ഞല്ല. എന്നാൽ എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. അതെന്താ? അതും സ്വീകരിക്കാനാ അവര് കാത്തിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നമ്മൾ ഈ കോളത്തിലാണ്ട് പോയാല് നാളെ കള്ളന്മാരെയും അക്രമികളുടെയും കൊലയാളികളുടെയും കയ്യിലല്ല, കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലാണ്. അതിന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വിശ്വാസം അനുപേക്ഷണീയമാണ്. ഏതാണ് വിശ്വാസം? അബൂജാഹിൽ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അബൂലഹബ് സാഗൂതം, മറ്റുള്ളവരൊക്കെ ബദ്ധശ്രദ്ധരാണ്. കാരണം എന്താണ് കേട്ടിട്ടില്ലല്ലോ, കേട്ടാലല്ലേ ഹാലളകുള്ളൂ. അപ്പൊ പറഞ്ഞു, വിശ്വാസം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചരിത്രം പറയണ എന്താ അറിയോ, ഇങ്ങനെയൊക്കെ കണ്ട് അവതരിപ്പിച്ചിട്ട് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒന്നാണ്ട് വിശ്വസിച്ചോലാന്ന് തോന്നിക്കണം. പക്ഷെ കാക്ക കള്ളൻ അബൂലഹബാണ് പിത്തനെ മൊത്തം ഉണ്ടാക്കിയത്. ഇതാണ്ട് പറഞ്ഞപ്പോ എല്ലാരും സ്തംഭിച്ചിക്കണം. തന്നെ എന്നാ പിന്നെ എന്നുള്ളവർ തയ്ക്കണം എല്ലാരും. അതിലാണ് അബൂലഹബ് ഒന്ന് വടക്കൊക്കെ തെക്കൊക്കെ നോക്കി, ഇങ്ങനെ നോക്കിയിട്ട് കാക്ക അറിഞ്ഞോ, അങ്ങനെയല്ല ഉണ്ടാവില്ല. മാലി പള്ളിയിൽ ഖത്തീബ് ഒരു പ്രസംഗം നടത്തി, കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. മാലിലൊന്നും ഗാനമേള പാടില്ല, വീഡിയോ ക്യാമറ, പെണ്ണുങ്ങൾ ആട്ടിപ്പിടിക്കരുത്, ഹറാമാണ്, അതിലൂടെ സംഭവിക്കുന്ന ഭൗതികമായ ദുര്യോഗങ്ങൾ, ഉഹ്റവിയായ ദുരന്തങ്ങൾ, ഇതൊക്കെ കണ്ട് പറഞ്ഞപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിക്കൊക്കെ തോന്നി ശരിയാണ്, നാട്ടുകാർക്കൊന്നും അപ്പണ്ട് കജാഞ്ചണിക്കണേ, അപ്പൊ അതിന്റെ കൂടെ ഒരു 25 ആൾ. ഈ വെള്ളം കലക്കാൻ ഒരാൾ വേണം, അപ്പോൾ കൗമൊപ്പം കൂടുള്ളൂ. അബൂലഹബ് ഇതിങ്ങനെ കേട്ടിട്ട് മുമ്പൊക്കെ ഇറങ്ങിയിട്ട് പറഞ്ഞു, മുഹമ്മദ് അലി ഹാദാ ജമാഅത്തന. ആയി ശരി, തബ്ബല്ലക്കയാ മുഹമ്മദ്. അതുകൊണ്ടാ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ ആയത്തിറങ്ങിയത്. മുഹമ്മദേ എനിക്കാണ് എല്ലാ നാശവും. എന്നിട്ടും കാക്ക പറഞ്ഞത് എന്തിനാ ഞങ്ങളോട് കള പറഞ്ഞല്ല, അത് പറയാൻ ഓന്റെ നാവ് പൊന്തിയില്ല. ഓൻ പറഞ്ഞത് അലി ഹാദാ ജമാഅത്തനാ, ഈ ബടായി വിടാനാ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിയത്, അല്ലാതെ നീ എന്തിനാ ഞങ്ങളോട് കള പറഞ്ഞെന്ന് കാക്ക അപ്പോഴും പറഞ്ഞില്ല. കാരണം അത് പറയാ റസൂലുള്ളാഹിനെ മുത്തോക്കിട്ട് പറയാൻ പിന്നെ കഴിയില്ല.
അപ്പൊ പിന്നെ പറഞ്ഞ ഇങ്ങനെയാണ്. ഇത് പറയാനപ്പ ഞങ്ങളങ്ങോട്ട് കൂട്ടിയത്, അത് വേറെ ആരുടെയും പറഞ്ഞൂടെ? അപ്പൊ എല്ലാരും കൂടി അബൂലഹബിന്റെ ഒപ്പാണ് കൂടി അങ്ങനെ ഉണ്ടായത്. അതിന്റെ എല്ലാ നാശത്തിന്റെയും എല്ലാ കാരണക്കാരൻ അബൂലഹബാണ്. അതുകൊണ്ട് ഖുർആൻ കൈകാര്യം ചെയ്യുന്നു, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. സുബ്ഹാനല്ലാഹ്. അതോടുകൂടിയല്ല പ്രശ്നം തുടങ്ങിയത്. അതുവരെ മുത്തുമണിയല്ലായിരുന്നോ ലോകത്ത്? മക്കയിൽ പ്രവിശ്യയിൽ ഏത് കൊച്ചു കുഞ്ഞുങ്ങളുടെയും തൊട്ടിലിൽ കിടക്കുന്ന മക്കളുടെയും പടുവൃദ്ധന്മാരുടെയും യുവാക്കളുടെയൊക്കെ ഹൃദയത്തിലെ രോമാഞ്ചമായിരുന്നു, നാവിൽ അൽ അമീനായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഇതോടുകൂടി പ്രശ്നമായി. പ്രശ്നമാവാൻ ഒരു കാരണം എന്താ? കുടുംബത്തിന്റെ ചേരിപ്പോരാ. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോ എത്ത ഓന്, മലപ്പുറത്തേര് പറഞ്ഞാല് എത്ത ഓനെന്നറിയാം. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോ എത്ത ഓന്. ആ ഒരു ചിന്തയാണ് കാക്കാനെ വഷളാക്കിയത്. അതാണ് വഷളാക്കിയത്. അല്ലാതെ അവർക്കറിയാം സംഗതി ഓക്കെയാണെന്നറിയാം, സംഗതി ഓക്കെയാണെന്നറിയാം. അതുകൊണ്ടാണ് ബദറിന്റെ തലേന്ന് പോലും ചില ചെറുപ്പക്കാർ അബൂജഹലിനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, നമ്മൾ എന്തിനാണ് മുഹമ്മദിനെതിരെ പടപൊരുതുന്നത്? അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം ശത്രു വിഭാഗത്തിൽ ചിലരൊക്കെ ഒരു കിനാവ് കണ്ടു കിടക്കുമ്പോൾ മോശപ്പെട്ട ആളുകളും ഒരുപക്ഷെ നല്ല കിനാവ് കാണാം. നാളൊരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളെ കുടുംബത്തിലൊരു പുതിയ ബീവിയെ കിട്ടിയിട്ടുണ്ട്, വലിയ താണ്. ഞാൻ ചോദിച്ചു എന്താ കാരണോ? നിസ്കരിച്ചുകൊണ്ട് പടച്ചവനെ തൃപ്തിപ്പെടുത്തിയിട്ട് വലിയ താകുന്നതിന് തടസ്സമില്ല. പെണ്ണുങ്ങൾക്കുമാകാം. റാബിയത്തുൽ അദവിയ്യയുണ്ട്, നഫീസത്തുൽ മിസ്രിയുണ്ട്, വേറെയും ഒരുപാട് വനിതകളുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത് നിസ്കരിക്കലൊന്നുമില്ല, എന്നാലും വലിയത്താണ്. ഞാൻ ചോദിച്ചു എന്തേ? ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ എളാപ്പ മരിക്കുന്നതിന്റെ തലേന്ന് കിടന്നുറങ്ങുമ്പോൾ അവരൊരു സ്വപ്നം കണ്ടോ, ഒരു തെങ്ങ് മറിഞ്ഞു വീഴുന്ന സ്വപ്നം കണ്ടോ. അത് പിറ്റേന്നാണ് മനസ്സിലാതെ എളാപ്പ മരിച്ചതാണെന്ന്. അതുകൊണ്ട് അവൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ബീവിയാണ്, ഒരു വലിയത്തായ ബീവിയാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് എളാപ്പ മരിക്കുന്ന തലേന്ന് തെങ്ങ് വീഴുന്ന സ്വപ്നം കാണുമ്പോഴേക്ക് ബീവിയായാൽ ആത്തിക്ക ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ബീവിയല്ല. കാഫറായ ആത്തിക്ക ഒരു സ്വപ്നം കണ്ടത് എന്താണെന്നറിയോ? അതാ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള എല്ലാവരും മരിച്ചു വീഴുകയും അതാ വിപ്ലവത്തിലെങ്ങാനും പങ്കെടുത്ത തോറ്റ് പാളീസാവുകയും ചെയ്യുമെന്നതിലേക്ക് ഇശാറത്തുള്ള കൃത്യമായ സ്വപ്നം ആത്തിക കണ്ടിരുന്നു. ആത്തിക അപ്പോൾ മുസ്ലിമല്ല എന്ന് മാത്രമല്ല, ബദർ നടക്കുന്നതിന്റെ തലേന്ന് ശത്രു വിഭാഗത്തിലെ ചെറുപ്പക്കാരിൽ പലരും അബൂജാഹിലിന്റെ അനുയായികൾ കിടന്നിറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. അബൂജാഹിൽ ബദറിൽ മറിഞ്ഞു വീഴുകയാണ്, ശൈബത്ത് കഴുത്തറുക്കപ്പെട്ടുകൊണ്ട് മരിക്കുകയാണ്, അസ്വദത മലർന്നടിക്കുകയാണ്, ശത്രു വിഭാഗത്തിന്റെ ടെന്റുകളിലേക്കൊക്കെ രക്തം പമ്പ് ചെയ്യുകയാണ്. ഇത് കണ്ട ചെറുപ്പക്കാരൻ രാത്രി എണീറ്റ് കരയുകയാണ്. കൂടെ ചില ആളുകളെയും കൂട്ടിയിട്ട് അബൂജാഹിലിനോട് പോയി പറയുകയാണ്, അബൂജാഹില് നമുക്കിതിൽ നിന്ന് പിന്തിരിയാ, ഇങ്ങനെ ഒരു സ്വപ്നമൊക്കെ കണ്ടിരിക്കുന്നു. അപ്പൊ അബൂജാഹിൽ എന്താ പറയാ? നിങ്ങളൊരു സ്വപ്നം, ഞാൻ എന്റെ വാളുണ്ടല്ലോ ഇതില് മൊമേന്റെ തല എടുക്കാതെ തിരിച്ചു പോകില്ല. സത്യത്തിൽ അത് അള്ളാന്റെ പണി തന്നെയല്ല. പഹർക്ക് ആ സ്വപ്നം കാണിച്ചു കൊടുത്തു, ഒന്നാണ് മാറിയാൽ മതിയായിരുന്നു. അത് അള്ളാന്റെ പണി തന്നെ, അള്ളാനല്ല അതിന്റെ ബാക്കില്. കാരണം ഇത് റഹ്മത്തുൽ ആലമീന. ആ റഹ്മത്തുൽ ആലമീന്റെ കയ്യാൽ വെറുതെ വാളുകൊണ്ട് വിട്ടുകിട്ടണ്ട, അതിന് അള്ളാന്റെ പണി തന്നെയാണ് സ്വപ്നം കാണിച്ചു കൊടുത്ത്. പഹര് മാറിയാൽ മതിയായിരുന്നു, മാറിയില്ല. അഹങ്കാരം മാറ്റിയില്ല എന്ന് പറയാം, ഉറച്ചിരുന്നു. ഇങ്ങനെ ഒരു 3-4 ആൾക്കാർ തലേന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. കാക്ക ഒന്നും സ്വീകരിച്ചില്ല. പക്ഷെ എന്തുണ്ടായെന്നറിയോ? അള്ളാന്റെ റസൂലും സഹാബാക്കളും വന്ന് നിൽക്കുന്ന സ്ഥലം പരിശായിരുന്നു. അവിടെ വെള്ളമില്ല. ഇബ്ലീസ് നല്ലോണം പണിയെടുത്തിട്ടുണ്ട് കേട്ടോളി. ശത്രുക്കള് തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ തടാകമുണ്ട്, അതിൽ ശുദ്ധമായ വെള്ളമുണ്ട്. അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാണ്ട് അവർക്ക് ഒട്ടകത്തിനെ അറുത്തുകൊണ്ട് ഒട്ടകം ശവായി ആക്കിയിട്ട് ആ ഒട്ടകത്തിന്റെ മാംസം നിന്നിട്ട് അതിന്റെ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് പൊരിച്ച ഒട്ടകത്തിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു വീശുമ്പോൾ 313 കയ്യിലുള്ളത് 2-3 ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളെടുത്തിട്ട് കടിച്ചിട്ട് നീരിറക്കിയിട്ട് അത്താഴം കഴിക്കും. അതിന്റെ ചണ്ടി ഇലയിൽ പോയി നോക്കും നോമ്പുറക്കാൻ. ഇങ്ങനെയാണ് ഇപ്പുറത്തെ സഹാബാക്കൾ. അപ്പൊ ഇബ്ലീസ് ഇറങ്ങി ചില സഹാബാക്കളെ കൽബിൽ വസ്വാസം ഉണ്ടാക്കി. ഖവാത്തിർ എന്ന് പറയും. എന്താ ഇറങ്ങിയെന്നറിയോ? അല്ല, എന്താ പെങ്ങളെ കഥ? ഇബ്ലീസ് അങ്ങനെ പല വസ്വാസം ഉണ്ടാക്കും, നോമ്പിനുണ്ടാക്കും. അതല്ല, പരിശുദ്ധ ഖുർആനിൽ 114-ാമത്തെ അധ്യായത സൂറത്തുൻ നാസ്, അതിന്റെ അവസാനം എന്താ? അല്ലദീ യുവസ്വിസു
അതാ നോമ്പിന്റെ പ്രയാസം കൊണ്ട് ആയത്ത് മറന്നുപോയോ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് യുവസ്വിസു ഫീ സുദൂർ, ജനങ്ങളുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പൈശാചികമായ ദുർബോധനങ്ങളിൽ കാക്കാനാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നത്. കാരണം അത് നല്ലോണ്ടാവും, നല്ലോർക്കും ഉണ്ടാവും. നാളെ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് വെച്ചു, നിങ്ങളോട് തന്നെ പറയാൻ പേടിയുള്ള ഓരോന്നും തലേക്ക് ഇറങ്ങണേ. സംഗതി എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അതിന്റെ പേര് ഖവാത്തിർ എന്നാണ്. അതിനൊറ്റ മാർഗമുള്ള ആരിഫ്യങ്ങൾ അന്ത തുഹിബ്ബു, അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, എന്നാ പിന്നെ അഴുതെല്ലിട്ട് രക്ഷപ്പെടാൻ നോക്കുക, വന്നുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കൂല. അതാണ് സഹാബാക്കളിൽ ചിലർക്ക് ഇത് ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിനോട് എന്ന് പറയും, തങ്ങളെ പറയാൻ പറ്റാത്ത ഓരോന്ന് വരുന്നുണ്ട്. അപ്പൊ തങ്ങളാണ്ട് പറയും, അള്ളാഹനെ ആരെ ഉണ്ടാക്കിയെന്നല്ല ഇപ്പൊ ഈ ചിന്തിക്കണേ? അതന്നെ, അള്ളാഹനെ ആരെ സൃഷ്ടിച്ചെന്നല്ല ഇപ്പൊ ചിന്തിക്കണേ? അത് അഴുത് വെല്ലിട്ടാണ്ട് ഒഴിവാക്കി കളയുന്നത്. അങ്ങനെ പുറത്തല്ലാത്ത ലോകത്തേക്ക് കൊണ്ടുപോയി കൊളുത്തിടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ആ കൂട്ടത്തിൽ സഹാബാക്കളൊന്ന് വിശ്വാസാക്കി. എന്ത് വിശ്വാസാക്കിയെന്നോ? അല്ല, നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് മനസ്സിലാക്കണ വലിയ മഹാനെന്നല്ലേ? നിങ്ങളിപ്പോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അള്ളാന്റെ ദീന് കെട്ടിപ്പടുത്താനല്ലേ? ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയല്ലേ? എന്നിട്ട് പടച്ചോന് മഴയും വെള്ളം കൊടുത്തത് ശത്രുക്കൾക്ക്. നിങ്ങൾ പട്ടിണിയായിട്ട് ഇവിടെ കിടക്കണ്, തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല. നിങ്ങൾക്കൊക്കെ വേറെ ഇതിലും ഭ്രാന്തുണ്ടോ? കാരണം നല്ല സന്ദർഭമല്ല അത്, ചൂഷണം ചെയ്യാൻ പറ്റുന്ന സന്ദർഭമാണ്. അപ്പോൾ ചില സ്വഹാബാക്കൾ ഈ ഖവാത്തിറിന് വിധേയരായ, അതിന് അറബിയിൽ ഖവാത്തിർ എന്നാണ് പറയുക. ഈ ഖവാത്തിറിന് വിധേയരായ ചില സ്വഹാബാക്കൾ മുത്തുനബിയോട് വന്ന് പറഞ്ഞു, നബിയേ, നമ്മൾ ഹഖിന്റെ മേലിലല്ലേ? അബൂജാഹിലും കൂട്ടരും ബാത്തിലിന്റെ ആളുകളല്ലേ? എന്നിട്ട് നമുക്ക് നിസ്കരിക്കണമല്ലോ, നോമ്പ് തുറക്കണമല്ലോ, അതിന് വെള്ളമില്ലല്ലോ യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇരുകരങ്ങളും ഉയർത്തിയിട്ട് ദുആയാണ്, റബ്ബേ ഈ 313 വെള്ളം കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ ദുആ അങ്ങ് കഴിയേണ്ട താമസോ അതാ അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും അതാ ഇരിക്കുന്ന ഭാഗവും അബൂജഹലും അനുയായികളും തടിച്ചുകൂടിയ ഭാഗവും മൊത്തം കവർ ചെയ്തുകൊണ്ട് ശക്തമായ പേമാരി തന്നെ മഴ ഇങ്ങോട്ട് പെയ്തപ്പോൾ സ്വഹാബാക്കൾ ഒരു പ്രത്യേകമായ തടാകം കെട്ടിയിട്ട് വെള്ളം പിടിച്ചു വെക്കുകയാണ്. എന്നാൽ ശത്രുക്കളുടെ മനസ്സിൽ അങ്ങനെ ഒരു ബോധം തോന്നിയില്ല. അവർ നേരത്തെ പിടിച്ചു വെച്ച തടാകത്തിലെ വെള്ളത്തിലേക്ക് മലമുകളിൽ നിന്ന് ചളി കുത്തി ഒഴുകിയിട്ട് അവരുടെ വെള്ളമങ്ങ് ചളിയിൽ കലങ്ങിയിട്ട് കുടിക്കാനും കുടിക്കാനും ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ വൃത്തികേടാവുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിക്കും സഹാബാക്കൾക്കും വെള്ളം കിട്ടി. അബൂജാഹിലും കൂട്ടരോ വെള്ളമില്ലാതെ ഉള്ള ചളി വെള്ളം നോക്കിയിട്ട് കഷ്ടപ്പെട്ട് നിൽക്കുകയുമാണ്. ബദറിൽ ഒന്നാമത് ഹക്കിന് വിജയത്തിന്റെ പ്രാരംഭത്തിന്റെ തിരികൊളുത്തുകയാണ് പടച്ചതമ്പുരാന്. ഇനി കേൾക്കണേ കേൾക്കണേ, സ്വഹാബാക്കളെ വസ്വാസാക്കി പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഇബ്ലീസ് നിരാശനാവുകയാണ്. ശക്തമായ ശുദ്ധമായ വെള്ളം ചൊരുത്തുന്ന മഴ തന്നെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ മുത്തുനബി അങ്ങ് പുഞ്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, റമളാനിന്റെ 17-നാണ് ബദർ തുടങ്ങുന്നത്. ആ സമയത്ത് 16 ദിവസത്തോളം അവർ കഷ്ടപ്പെട്ടുകൊണ്ട് നടന്നും അതാ ഒട്ടകത്തിന്റെ മുകളിൽ ഊഴം വെച്ച് കയറിയും യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വന്നവരാണ്. റമളാന് നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ മാസമാണ്. അത്താഴത്തിന് ഭക്ഷണമില്ല, പൊറാട്ടയില്ല, പിട്ടും കടലയുമില്ല, നോമ്പ് തുറന്ന് ബാക്കി വെച്ച പലഹാരങ്ങളില്ല. അവസാനം മൈസൂർ പഴം കുഴച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് നെയ്യും കൂട്ടി ഏമ്പക്കം വിടുന്ന ഏർപ്പാടല്ല, മറിച്ചോ ഒരു കാരക്കയുടെ ചീളുകൊണ്ട് അത്താഴം കഴിക്കുകയും അതിന്റെ ചണ്ടി ബാക്കി വെച്ചുകൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുമ്പോൾ അബൂലഹബ്, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള ആളുകള് അതാ ഒട്ടകങ്ങൾ അറുത്ത് ശവായിയാക്കി മൂക്കറ്റം തിന്ന് എമ്പക്കം വിടുമ്പോൾ അവർ അറുത്തിട്ട ഒട്ടകത്തിന്റെ വേസ്റ്റുകളുടെ വാസന വന്നുകൊണ്ട് പൊരിച്ച മാംസത്തിന്റെ ഗന്ധം സഹാബാക്കളാവുന്ന പട്ടിണിപ്പാവങ്ങളുടെ മൂക്കത്തെ കടിക്കുമ്പോൾ എല്ലാവരും ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് സുഖമായി അങ്ങ് ഉറങ്ങുകയാണ്. റബ്ബങ്ങ് ഉറക്കുകയാണ്. എല്ലാരും ഉറങ്ങി. ആ ഉറക്കം നന്നായിട്ടുണ്ട്. പറ്റ ഉറക്കം വെച്ചാൽ പിറ്റത്തെ യുദ്ധത്തിനെ ബാധിക്കും. ശത്രുക്കൾക്കൊട്ട് ഉറങ്ങാനും പറ്റില്ല, കാരണം വെള്ളമില്ല. പെട്ടെന്ന് ഉള്ള തീരുമാനം മാറ്റി വെള്ളല്ലേ കുടിക്കും. ഇവര് നന്നായിട്ട് ഉറങ്ങി. പക്ഷെ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായി.
ചരിത്രം മുഴുവനും പറയാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. കഷ്ടപ്പെട്ട് വിശന്ന് ഉറങ്ങുന്ന സ്വഹാബാക്കളിൽ ഒരു സ്വഹാബി പാതിരാത്രിയിൽ പെട്ടെന്നൊന്ന് ഉണർന്നു നോക്കി. ഉണർന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഏങ്ങലടി കേൾക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വിതുമ്പി വിതുമ്പി കരയുന്ന ഏങ്ങൽ കേൾക്കുന്നുണ്ട്. ഈ സ്വഹാബി ചിന്തിച്ചു, ആരാണ് പാതിരാവിന്റെ ഉള്ളറയില്ല തേങ്ങി തേങ്ങി കരയുന്നത്? നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുകയാണോ എന്നറിയാൻ ഈ സ്വഹാബി അങ്ങ് എണീറ്റുകൊണ്ട് സ്വഹാബാക്കൾ കടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക് അങ്ങ് നോക്കിയപ്പോൾ പാതിരാവിന്റെ ഉള്ളറയിൽ തേങ്ങി തേങ്ങി കരയുന്നത് എന്നാരെന്നറിയോ? സുജൂദിൽ കടന്നുകൊണ്ട് കരയുകയാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്റെ കൂടെ നിങ്ങളൊരു 3 പ്രാവശ്യം ആണുങ്ങളെ ചൊല്ലുമോ, പെണ്ണുങ്ങളെ പതുക്കെയും നിങ്ങൾ ഓർക്കുമോ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നിന്റെ ഭാര്യക്ക് പ്രസവ സമയത്ത് സർജറി വേണമെന്ന് ഡോക്ടറങ്ങ് പറഞ്ഞു പേടിപ്പിച്ചാൽ നീ ഒറ്റക്ക് പോയി അങ്ങ് ചൊല്ലിക്കോ ചെറുപ്പക്കാരായ. യാ ഹയ്യു യാ ഖയ്യൂം. സർജറി ഇല്ലാതെ സുഖമായി പ്രസവിക്കുന്നതാണ്. എനിക്ക് കണ്ണേറ് തട്ടിയെന്ന സംശയമുണ്ടെങ്കിൽ നീ ഒഴിഞ്ഞിരുന്നങ്ങ് ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം. കണ്ണേറ് മാറിക്കിട്ടുന്നതാണ്. അല്ല നിനക്ക് സിഹറുണ്ട് എന്ന ബേജാറ് വന്നാൽ നീ ഒഴിഞ്ഞിരുന്നു കൊണ്ടങ്ങ് ചൊല്ലിക്കോ. പാറ പോലെ കടുത്ത സിഹറാണെങ്കിലും മഞ്ഞ് പോലെ ഉരുകുന്നതാണ്. അല്ല നീ കടം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന പരീക്ഷണത്തിന്റെ പാറക്കെട്ടിൽ നിരാശയുടെ കഴിയുകയാണെങ്കിൽ നീ അങ്ങ് ചൊല്ലിക്കോ. യാ ഹയ്യു യാ ഖയ്യൂം. കടം മാറിക്കിട്ടുന്നതാണ്. നീ ബിസിനസ് തുടങ്ങി, പക്ഷേ കച്ചവടമില്ല. നിന്നെ പരാജയപ്പെടുത്താൻ എന്നോണം തൊട്ടടുത്ത് അതേ രൂപത്തിലുള്ള ഏതെങ്കിലും പലർക്ക് കടയോ അല്ലെങ്കിൽ കഫ്തേരിയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ കോടികൾ ഇറക്കിയിട്ട് മറ്റൊരു ധനാഢ്യൻ നിന്നോടുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്താൻ തുടങ്ങിയാലും അദ്ദേഹത്തിനെതിരെ നീ ചിന്തിക്കണ്ട. നീ അങ്ങ് ദുആ ചെയ്തോ. യാ ഹയ്യു യാ ഖയ്യൂം. എന്നിട്ട് നീ ദുആ ചെയ്യേണ്ടത്, റബ്ബേ എനിക്കും എന്റെ ആ സുഹൃത്തിനും നല്ല ലാഭം തരണേ അല്ലാഹ്. അതോടുകൂടി നിന്റെ കുടുംബത്തിനെ പോറ്റാനുള്ള ഹലാലായ വരുമാനോ നിന്റെ കടയിൽ നിന്ന് നിനക്ക് കിട്ടുന്നതാണ്. നിന്റെ ബറക്കത്ത് കൊണ്ട് തൊട്ടടുത്ത് നിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി കട തുടങ്ങിയിട്ടുള്ള മനുഷ്യനോ ബറക്കത്ത് കിട്ടുന്നതാണ്. അതല്ലേ റഹ്മത്തുല്ലിൽ ആലമീന്റെ അനുയായികൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു നമുക്ക് എല്ലാവരും രക്ഷപ്പെടണമെന്നൊരു മനസ്സ് തരട്ടെ. ഈ സ്വഹാബി അന്തിപ്പാതിരാത്രിയിൽ ഏങ്ങലടി കേട്ട് പരതിയപ്പോൾ മുത്ത് റസൂലുള്ള സുജൂദിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹ് എന്റെ 313 സലാമത്താക്കണേ റബ്ബേ. അവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ വെള്ളം കൊടുക്കണേ അല്ലാ. ആ ആയുധമില്ലാത്ത പാവങ്ങളെ യുദ്ധത്തിൽ നീ വിജയിപ്പിക്കണേ അല്ലാ. എല്ലാവരും അങ്ങ് ഉറങ്ങിയപ്പോൾ ഉണർന്നുകൊണ്ട് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ നടത്തുന്ന റഹ്മത്തുല്ലിൽ ആലമീനേ, റാഹത്തുൽ ലിൽ ആശിഖീൻ, മഹബൂബ് റബ്ബിൽ ആലമീൻ, ജദ്ദുൽ ഹസനി വൽ ഹുസൈൻ, സയ്യിദുൽ സഖലൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അതിൽ നിന്ന് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുമ്പോഴും ആവശ്യമില്ലാതെ അവിടെയും പോയിട്ടും വിലാപം നടത്തണ്ട. ഒന്ന് അള്ളാഹിനോട് സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞ് പറഞ്ഞോളി. സുജൂദ് കിടന്നിട്ട് ഒരു മനുഷ്യന്റെ കൽബം കണ്ട് അള്ളാഹ് കൊടുത്താൽ ഇടയിൽ ഒരു ഹിജാബില്ല, തുളഞ്ഞങ്ങോട്ട് കയറും. അള്ളാഹു തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ. എവിടെയെങ്കിലും ചികിത്സക്ക് ഹലാലായ സമ്പ്രദായം ഉണ്ടെങ്കിൽ പോകണ്ടെന്നോ സ്വാലിഹ്യങ്ങളോട് ദ്വാരക്കാൻ പറയണ്ടെന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷെ ഇന്ന് ഹലാലും ഹറാമും കാര്യം നേടുന്നതിൽ നോക്കാത്ത ലോകമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാ ആർക്കും തർക്കമില്ലാത്ത ഈ സംഗതികളൊക്കെ തിരസ്കരിക്കപ്പെട്ടു. ഇല്ല, ഒരാൾ ഇപ്പോൾ പെണ്ണുങ്ങളെ ഭർത്താവ് പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വദേശവൽക്കരണം കൊണ്ട് നാട്ടിലേക്ക് വരികയാണ്. എത്ര സഹോദരിമാര്
ഒന്ന് രാത്രി എണീച്ചിട്ട് തഹജ്ജുദിൽ അള്ളഹാനോട് ദ്വാരന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടും ദ്വാരന്നിട്ടുണ്ട്, ഇടയിൽ മറല്ലല്ലോ, ഇല്ല. അതിങ്ങനെ പെരുപ്പിച്ച് പറയും, ആണാലോ ആണാലോ ആണാലോ, കഫീലാണാലോ, പൊട്ടിയാലോ പോയാലോ, ആഹാ എന്നങ്ങനെ നടക്കുക എന്നല്ലാതെ ഒന്ന് അള്ളഹാനോട് മര്യാദക്ക് പറയാം. ഒറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റാവും, ഉള്ളവരുണ്ട്, പക്ഷെ പരമാവധി പലർക്കും ഈ ഭാഗ്യം കിട്ടുന്നില്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. അതിനാണ് മഗ്ഫിറത്തിന്റെ 10. പണക്കം തീർന്നിട്ട് അള്ളാഹു തആല ദോഷങ്ങളൊക്കെ പുറത്തേരാൻ, ചാവാളികളെ സ്വീകരിക്കാൻ, അലമ്പുകളെ കൈനീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. പിന്നെ 17ാമത്തെ, ഞാൻ അപ്പുറപ്പുറൊന്നും പറയുന്നില്ല കേട്ടോ, ഇവിടുന്നാണ് പോവാ. 17ാമത്തെ രാവ്. ഇപ്പൊ സംഗതി എന്താ അറിയോ, പുറത്തൊക്കെ വിട്ട് കണക്കൂട്ടലൊക്കെ തെറ്റി. ഇവർ ഈ വന്നതൊക്കെ സിറിയക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാൻ 40 അംഗത്തെയും തടുക്കാനാണ്. അപ്പൊ ചിലര് വിവാദ പുരുഷന്മാർ പറയും, എന്തിനാ അവരെ തടുക്കാൻ പോയതെന്ന്. ഒക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. തടുക്കാൻ പോയതെന്ന് അറിയോ, ഓല് കച്ചവടത്തിന് പോയതന്നെ മദീനത്ത് വന്നുകൊണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. മദീനത്ത് വന്നിട്ട് മുഹമ്മദ് നബിയെയും അനുയായികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് പോയത്. അവര് കൊണ്ടുവന്ന സമയത്ത് അവര് ഭാണ്ഡത്തിൽ കെട്ടിപ്പോഞ്ഞ കുറെ സാധനങ്ങൾ സ്വഹാബാക്കള് മക്കത്ത് ഇട്ടെറിഞ്ഞു പോയ ഓല സാധനങ്ങളാണ്. അതൊക്കെ കൂട്ടി വായിക്കണം. കാരണം അവരെ ഹിജറ പോണ സമയത്ത് ഇവിടെ കുറെ മുതലിട്ടെറിഞ്ഞിട്ടാ പോണത്. അത് വാരിയിട്ടാ സിറിയക്ക് കച്ചവടത്തിന് പോണത്. എന്നിട്ട് കിട്ടിയ പൈസ കൊണ്ട് എന്താ ഇവരെ പോയിട്ട് കൊല്ലുക, ഓല തടുക്കണ്ടേ. അല്ല എന്ത് പ്രശ്നങ്ങള് ബുദ്ധിപരമായിട്ടപ്പോ പറയുന്നത്, പ്രാമാണികമായിട്ടില്ല. നിന്റെ ബുദ്ധി എന്ത് പറയുന്നത്? 2 നിലയിൽ ശത്രുക്കൾക്ക് നേട്ടാ. ഒന്ന്, ആ നിലയില് ഓല് വന്നിട്ട് യുദ്ധം ചെയ്താൽ ഓലെന്നെ പരാജയപ്പെടുക. അപ്പൊ വരുന്ന വഴിയിൽ സാധനം പിടിച്ചിട്ട് അവരാണ്ട് ഒഴിവാക്കിയിട്ട ആ യുദ്ധത്തിൽ നിന്ന് അവർ പിന്തിരിയും. അപ്പൊ അവർക്ക് ആ നിലക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ഉള്ളിൽ വായിക്കണ്ടേ. എന്നിട്ട് അബൂ സുഫിയാനെ പോയി തടുക്കാൻ നിന്നിട്ടല്ലേ ബദറുണ്ടായത്. എന്തിനെ തടുക്കാൻ നിന്നോ അത് പഠിക്കണം. കഥ അറിയാതെ ആട്ടം കാണരുത്. എന്തിനെ തടുക്കാൻ നിന്നോ? കുറെ സാധനങ്ങൾ ഇവർ തന്നെയാണ്. പിന്നെ ഇവർ കച്ചവടത്തിന് പോകാനുള്ള ഒരു ലക്ഷ്യം മുഹമ്മദ് നബിയുടെയും സഹാബാക്കളെയും കൊല്ലലാണ്. അങ്ങനത്തെ ഓരോ തടുക്കുമ്പോ അവരെന്നെ രക്ഷപ്പെടുത്തലല്ലേ. പക്ഷെ തടുക്കാൻ വന്നപ്പോ ഞാൻ ചരിത്രം വിശദീകരിക്കല്ല, അബൂ സുഫിയാനും കൂട്ടരൊക്കെ രക്ഷപ്പെട്ടു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായി. പിന്നെ ലംലം അവിടെ പോയിട്ട് ഹാലളകി കൂത്താടി ആക്രോശിച്ച് പറഞ്ഞു കേട്ടിട്ട് അബൂജാഹിലും കൂട്ടരൊക്കെ കൂടി സർവായുധ സന്നദ്ധരായി എല്ലാ നിലക്കും കോപ്പും. ആ പാട്ടിൽ തന്നെ ഓന്റെ വരവിനെ കുറിച്ച് പറയണ്ടല്ലോ, പുറപ്പെട്ട്, ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. ആ നിലയിൽ വന്നിങ്ങനെ നിൽക്കാണ്. ഇവര് കരുതിയത് പോയി. ഇനി നേരിടാനുള്ളത് ഞെട്ടുന്ന കൗമിനെയാണ്. സർവായുധരായ നിരായുധരായ ഒരു വിഭാഗം, സർവായുധ വിഭൂഷകരായ, എന്നാൽ എല്ലാ കോപ്പുമുള്ള എല്ലാ സാമഗ്രികളും സംഘടിപ്പിച്ചിട്ടുള്ള പടർന്നു പിടിച്ച കൃഷികളെപ്പോലെ തിങ്ങി നിറഞ്ഞ പടുകൂറ്റൻ പർവ്വതങ്ങളെപ്പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഒട്ടിപ്പിടിച്ച വയറിന്റെ ഉടമകളായ കേവലം 313 നേരിടേണ്ടി വന്നത്. നേരിട്ടോ? അപ്പൊ ചില ആൾക്കാർക്ക് അവിടെ സംശയം തോന്നും. ഞാൻ ഒക്കെ ഒന്നുണ്ട് ഇറങ്ങി പറയാൻ തീരുമാനിക്കണം. ഇത് പലരും കേൾക്കണ്ടല്ലോ. അബൂ സുഫിയാനും ശ്രദ്ധിച്ചോളി, അബൂ സുഫിയാനും കൂട്ടരും ഏതായാലും കിട്ടിയില്ല പോയി. എന്നാ പിന്നെ അബൂജാഹിലും അവർ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ അവിടെ തങ്ങിക്കണം, അവർക്ക് മദീനത്തേക്ക് തിരിച്ചു പോയിക്കൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. ജബ്ബാറിനെ പോലെ ആളുകൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അത് പോകാത്തതിനൊരു കാരണമുണ്ട്. ബദർ നടക്കുന്നത് എവിടെയാണ്? മദീനത്തെ തൊട്ടടുത്ത് വെച്ചിട്ടാണ്. ഇത് പഠനബോധത്ത് കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട്. സ്ത്രീകൾ ക്ഷമിക്കണം, ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. വിവാദ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് അപ്പം പറയുന്നു, ഒന്ന് ഇറങ്ങി തിരിച്ച് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ബദർ നടക്കുന്നത് എവിടുന്നാണ്? മക്കത്തെ അടുത്തുനിന്നല്ല, മദീനത്തെ തൊട്ടടുത്താണ്. ബദറും മദീന അടുത്താണ്, മക്കന്ന് ഒരുപാട് ദൂരെ. അവിടേക്ക് ഇവർ വന്ന എന്തിനാണ്? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ, സ്വഹാബാക്കളെ കൊല്ലാൻ. മദീനത്തേക്ക് ഇവർ പല പ്രാവശ്യം പോയിട്ടുണ്ട് കൊല്ലാൻ, എന്നിട്ട് ഒട്ടകങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഈ സമയത്ത് ഇവിടം വരെ ബദർ വരെ എത്തിയിട്ടുള്ള അബൂജഹലിനെയും കൂട്ടരെയും അവരെ പരിപാടി എന്താ നോക്കാതെ, അബൂ സുഫിയാനെ അനുയായികളും പോയില്ലേ, നമ്മൾ തിരിച്ചു പോവുക, ഒരു രക്തം ചിന്തൽ വേണ്ടാന്ന് കരുതിയിട്ട് റസൂലിലെ അനുയായികളാണ്ട് പോയാലും ഇവര് നേരെ മദീനത്ത് പോകും. അവരെ വിടൂല, കാരണം അതിന് ഒരുങ്ങിയിട്ടാ വന്നത്. ഇവരാണ്ട് പോകും. എന്നാ മദീനത്ത് വെച്ചുകൊണ്ട് ഒരു വിപ്ലവം നടത്തുന്നതിനേക്കാളും നല്ലത് ഇവിടുന്ന് തടുത്തിക്കലല്ലേ എന്ന് കരുതിയിട്ടായിരിക്കണം അവിടെ നിന്നത്. അതൊക്കെ നമ്മൾ പഠിക്കണല്ലോ. ഈ അബൂജഹൽ പിന്തിരിയില്ല. അബൂജഹൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ തല എടുക്കാനാണ്. അത് മദീനത്ത് പോയിട്ട് എടുക്കാൻ ശ്രമിക്കും, കിട്ടുമല്ലേ എന്നുള്ള വേറെ കാര്യം, ശ്രമിക്കും. അതുകൊണ്ടാ പോവാതെ അവിടെ തന്നെ നിന്നത്. എന്നിട്ട് യുദ്ധം തുടങ്ങിയതാരാ? ചിലർ പറഞ്ഞ യുദ്ധം തുടങ്ങിയത് അലി റളിയല്ലാഹു ആണ്, ഹംസ അല്ല. ഇവർ ഈ നിപ്പാണ്, അനങ്ങിയിട്ടില്ല. സമയം വരുമ്പോൾ നിസ്കരിക്കും, നോമ്പറക്ക ഒരു കാരക്കന്റെ ചീള്, അത്താഴം ആ കാരക്കന്റെ മറ്റേ ചീള്, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും. പിന്നെ തുടങ്ങിയത് എവിടുന്നാണെന്നറിയോ?
അതിന് ആമർ എന്നുള്ളൊരു മനുഷ്യനുണ്ട്, ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അവനെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി വാൾ ഉയർത്തിയിട്ട് ഓടിങ്ങിട്ട് വരിക. തുടക്കാതാണ്, അത് പലരും ശ്രദ്ധിക്കണില്ല. ആമിർ എന്ന് പറയുന്ന ശത്രു മുഹമ്മദ് നബിയെ കണ്ടപ്പോൾ ഉറഞ്ഞു തുള്ളുകയാണ്. നിന്നെ ഞാൻ വകവരുത്തിയിട്ടല്ലാതെ ഈ ബദറിന്റെ മണ്ണിൽ നിന്ന് പിന്തിരിയൂല എന്ന് പറഞ്ഞുകൊണ്ട് കൂർത്തമൂർത്ത വാളുമായി ഓടി വരുമ്പോ അല്ലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സേവകനായ മിഹ്ജർ റളിയല്ലാഹു അൻഹു ഇത് കാണുകയാണ്. കണ്ട സമയത്ത് അതാ ബലഹീനനായ മിഹ്ജർ റളിയല്ലാഹു അൻഹു ആമിറിനെ തടുക്കാൻ രംഗത്തെത്തി. അങ്ങനെ മിഹ്ജറും ആമിറും തമ്മിലുള്ള സംഘട്ടനത്തില് ആമിർ എന്ന് പറയുന്ന ശത്രു കിങ്കര മിഹ്ജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിന് വെട്ടിയിട്ട് അവരെ രക്തസാക്ഷിയാക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഇതുമ്പുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തുടക്കം അവരാണ്, അത് ശ്രദ്ധിക്കണം. എന്നാലേ ഇതാണ് കണ്ടപ്പോ ഭീകരവാദികളാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? എല്ലാവരും കൂടിയാണ്ട് ഇളകണം. ഇളകിയില്ല മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖുൽ അക്ബർ ഇളകിയില്ല, ഉമറുൽ ഫാറൂഖ് ഇളകിയില്ല, ഉസ്മാൻ അള്ളാൻ അവിടെ ഇല്ല, മദീനത്താണ്. എന്നാലും ബദരീങ്ങളിൽ പെട്ട ആളാണ്. മനസ്സിലായോ? ഉസ്മാൻ അള്ളാൻ എവിടേക്ക് വന്നിട്ടില്ല, മദീനത്ത. എന്നാലും ബദരീങ്ങളെ പേര് നോക്കൂ, ഉസ്മാൻ അള്ളാന്റെ പേര് അതിലുണ്ട്. കാരണം എന്താരോ, നമ്മൾ തെറ്റിദ്ധരിച്ച പോലെ ചിലർ മനസ്സിലാക്കിയ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായവർ മാത്രമാണ് ബദരീങ്ങൾ. അല്ല, പങ്കെടുത്തവരൊക്കെ ബദരീങ്ങളാണ്. ഇനി പങ്കെടുക്കാത്തവരും ബദരീങ്ങളാണ്. ഉസ്മാൻ അള്ളാൻ മദീനത്താ ബദരീങ്ങളാണ്. കാരണം എന്താ? ആ റസൂലുള്ള അവിടെ ഏൽപ്പിച്ചതാ. തന്റെ മോളെ കല്യാണം കഴിച്ച ആളാ, മോൾക്ക് സുഖമില്ല. അപ്പൊ ഇവിടെ പരിചരിച്ച് നിന്നോളി എന്ന് പറഞ്ഞതാ. അപ്പൊ ബദർ യുദ്ധം ഭംഗിയാകുന്നതിന്റെ ഭാഗമായി ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് ആ ദൗത്യത്തിൽ സ്ഥലം മാറി നിൽക്കുന്ന ആളാണെങ്കിലും ബദരീങ്ങൾ തന്നെ. അങ്ങനെ ബദരീങ്ങളെ കണക്കങ്ങനെ. ഒറ്റ കുട്ടി അനങ്ങിയില്ല. എന്തിനും ആളെടുക്കുന്ന ആളെ മുഖത്താവ് എടുത്തില്ല. കാരണം എന്താ? ക്യാപ്റ്റൻ മുഹമ്മദ് മുസ്തഫ. ഭീകരതയുടെ ചെറിയ വാസന എനിക്ക് എന്തുണ്ട്? ഒരു ആവശ്യമില്ലാതെ റസൂലുള്ളാഹിനെ കൊല്ലാൻ അങ്ങോട്ട് വന്നില്ലേ, എന്നിട്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പാവത്തിനെ കൊന്നില്ലേ, വിടാൻ പറഞ്ഞ നബിയെ എന്ന് പറഞ്ഞ് ഇറങ്ങിയില്ല. അതാ എതിരാളികൾ ഇതൊന്നും വായിക്കൂല, മുത്തശ്ശി പത്രങ്ങളിലെ ഇതൊന്നും കാണൂല. പേലയുന്തികൾക്ക് പഠിക്കാൻ സമയമില്ല, വിമർശിക്കാനേ സമയമുള്ളൂ. യുദ്ധം തുടങ്ങിയത് ആമിറാണ്, ആദ്യത്തെ രക്തസാക്ഷി മിഹ്ജാണ്. എന്നാൽ പിന്നെയോ അള്ളാന്റെ റസൂലും ബദരീങ്ങൾ സ്വഹാബാക്കളും അനങ്ങിയില്ല. പിന്നെയും അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ പണി എന്താണെന്ന് നോക്കാം. പിന്നെ ഇവരെ അനങ്ങണില്ല. അപ്പൊ പിന്നെ അസ്വദാണ് രണ്ടാമത് എണീച്ചത്. പിന്നെ നീക്കണ പോലെ തന്നെയാണ്. നീച്ചിട്ട് അസ്വദിന്റെ പണി എന്താരോ, ഇവിടെ ഒരു ഹൗലുണ്ട്, ഹൗല് ഞാൻ പൊളിക്കുന്നു. എല്ലാ പ്രശ്നം ഉണ്ടാക്കണവരാ. മുഹമ്മദിന്റെ ഹൗല് ഞാൻ പൊളിക്കുന്ന. ഓൽക്ക് അങ്ങനെ വെള്ളം വേണ്ട, നമുക്കൊരു ചളിവെള്ളം, ഒരു നല്ല വെള്ളം പറ്റൂല. അവിടെയല്ല ഹംസത്തുൽ ഖറാറിന്റെ റോള്. ആ പാട്ടൊക്കെ പിന്നെ എത്ര ലോകം പോറ്റി നരങ്ങള് ബമ്പുറ്റ ഹംസ. അറിയാം പാട്ടറിയോ? ആർക്കായി സാസിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ആ പാട്ട്? ഇല്ലല്ലോ. എന്നാ പിന്നെ കേൾക്കാതെ നമുക്ക് പിരിയാം. ഞാൻ ഇപ്പൊ പാടാന്ന പാട്ട് നമുക്കാണ് കൂടുക. പാട്ടിന്ന് തീരെ വേണ്ടാന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ഇന്നലെ കുറെ പാട്ട് പാടിയല്ലോ, മതി. എന്തെല്ലാം ചരിത്രം, എന്തെല്ലാം വീരേതിഹാസം, എന്തെല്ലാം. ഈ പാട്ട് എഴുതിയിട്ടുള്ള പേപ്പർ അരയിൽ വെച്ചിട്ടുണ്ട്. മാപ്പല്ല ഹളിയൊക്കെ കുറെ കാരണന്മാരിറങ്ങിയത്. മഞ്ചേരിയിലും പൂക്കൂട്ടൂരൊക്കെ രക്തസാക്ഷികളായി കിടക്കുന്ന മാപ്പിള കാരണവന്മാരെ ആര തപ്പിയപ്പോ മോയിൻകുട്ടി വൈദ്യരെ ബദർമാലന്റെ പാട്ടിന്റെ കിസ്സപ്പാട്ടിന്റെ പുസ്തകം എന്ന് അറിയിച്ചിരുന്നത്. എന്നിട്ടാണ് അവർ യുദ്ധത്തിന് പിച്ചാൻ കത്തിയിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അസ്വദ് രംഗത്തിറങ്ങാൻ എന്തിന്? ഹൗല് പൊളിക്കാൻ. രണ്ടാമതും പ്രശ്നം ഉണ്ടാക്കണ അവരെന്നെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോളിട്ടോ. രംഗത്തിറങ്ങിയപ്പോ ഹംസത്തുൽ ഖറാർ മര്യാദക്ക് പറഞ്ഞാ, അസ്വദേ പോയിക്കോ. പോകൂല, ഹൗല് പൊളിക്കും, അമീനും പൊളിക്കും, എന്നിട്ടേ പോളൂന്ന്. അപ്പോഴും ഹംസത്തുൽ ഖറാർ മുന്നിട്ട് വന്നിട്ട് പറഞ്ഞു, പോയിക്കോ. എന്നാ റസൂൽ എന്താ പറയണ്ടേ? ഹൗല് പൊളിക്കാൻ ഇറങ്ങാനാ, പൊളിക്കടാ, മീജനെ കൊന്നതല്ലേ, അടിച്ച് ചമ്പെന്നല്ല പറയണ്ടേ? പറഞ്ഞില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, പിന്നെ ക്ഷമിക്കും. അസ്വദ് മുമ്പിൽ വന്നു, മുഹമ്മദിന്റെ ഹൗല് ഞാൻ പൊളിക്കുന്നതാണ്. ആ സമയത്ത് ഹംസത്തുൽ ഖറാർ രംഗത്തിറങ്ങുകയാണ്. അസ്വദിനെ പിന്മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പക്ഷേ ഹൗലിന്റെ അരികിൽ വന്നുകൊണ്ട് അസ്വദ് ചവിട്ടാൻ നിൽക്കുന്ന സമയത്ത് ഹംസത്തുൽ ഖറാർ തലയല്ലേ വെട്ടേണ്ടത്, തല വെട്ടിയിട്ടില്ല,
കാലിന്റെ അടിയിലാണ് വെട്ടിയത്. കാരണം കാലിന് വെട്ട് കിട്ടിയാൽ പിന്നെ നടക്കാൻ പറ്റൂല. അപ്പൊ കാക്ക അങ്ങോട്ട് തിരിച്ചു പോയിക്കോളും എന്ന് കരുതിയിട്ട് കാലിന്റെ അടിയിലാണ് വെട്ടിയത്. തല വെട്ടിയിട്ട് കൊന്നിട്ടില്ല. തലാണ് വെട്ടിക്കൂടാഞ്ഞില്ലേ? പലരും പറഞ്ഞ കേട്ടാ തോന്നും ഇവരിങ്ങനെ കൊല്ലാനായിട്ട് ഇറങ്ങിയവരാണെന്ന്. അല്ല, തല വെട്ടിയിട്ടില്ല. ഹംസത്തുൽ ഖറാറാനോ അസ്വദിന്റെ കാലിന്റെ അടിക്ക വെട്ടിയത്, ഞെരിയാണിയാണ് പൊളിഞ്ഞു. എന്താ കാരണം? എന്നാലെങ്കിലും ഒച്ചക്കാലം കൊണ്ട് കൊക്കി പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ഭയം പോയില്ല. വടി കൊടുത്ത് അടി വാങ്ങാനായിട്ട് പോയില്ല. ഓന്റെ പിന്നെ പണി എന്താരോ, കാലോണ്ട് നടക്കാൻ വയ്യ. അപ്പാണ്ട് ഇരുന്നിട്ട് പിന്നെ ഇറങ്ങാണ്. ഹൗലിന്റെ അടുത്ത് നോക്കാൻ നിങ്ങൾ അക്രമം പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. ഹംസത്തുൽ ഖറാറ് മനസ്സിലായി ഇത് 13 ഒതുങ്ങൂലാന്ന്. നിരങ്ങി വരുമ്പോ ബത്തക്കം വെട്ടുന്നവര് വെട്ടാണ്ട് കൊടുത്ത് തലക്ക്. അങ്ങനെ ഉണ്ടായി. ആ കിട്ടിയ പാടെ പള്ള കുത്തിയിട്ടൊന്നുമില്ല. ആദ്യം കാലിന്റെ അടിയാണ് വെട്ടി. അത് പോവാനാ. കാരണം അത്രയും ഒരു കൊലയിന്ന് ആളുകളെ രക്ഷപ്പെടുത്താം. പക്ഷേ കാലിന്റെ അടി വെട്ടിയിട്ട് പൊളിഞ്ഞിട്ടുമ്പോ നിരങ്ങി വന്നിട്ട് അവള് പൊളിക്കാനുള്ള പരിപാടിയാണ്. അതിൽ കുടുങ്ങിയ കള്ളിയിൽ ഹംസത്തുൽ ഖറാർ ഇനി ഇവന്റെ തല വെട്ടുകയല്ലാതെ നിവൃത്തിയില്ല. തലക്കൊരു വെട്ടങ്ങ് കൊടുക്കുകയാണ്. അസ്വദങ്ങ് 2 കഷ്ണമായി. അതോടുകൂടി ചൂട് പിടിച്ചു. ഇപ്പൊ 2 എണ്ണായിട്ടാ. 2 തുടങ്ങിയതാരാ? 2 തുടങ്ങിയതാരാ? ഇനി 3ാമത്തെ തുടങ്ങണാരാ? ഓലെന്നെ നോക്കാൻ നിങ്ങൾ. എന്നാ ഇനി കിട്ടാനുള്ള കിട്ടി പോവില്ല. അതാണ് കണ്ടപ്പോ ഉത്തുബത്തും ശൈബത്തും വലീദും നീച്ചു. 3ഉം തുടങ്ങിയത് അവരാ. ഇതൊന്നും ഇങ്ങനെ ആരും മനസ്സിലാക്കണില്ല. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എന്നാ ഇത് കിട്ടിയ പക്കം പോകണമെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. കാരണം മേജർ അള്ളാൻ ഇങ്ങോട്ടും കിട്ടി, അസ്വദിന് അങ്ങോട്ടും കിട്ടി. എന്നാ ഞാണ്ട് പോയാൽ മതി, ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പിന്നെയും തുള്ളുക. 3ാമത് എണീക്കുന്നു ഉത്ബത്ത്, ശൈബത്ത്, വലീദ്. അവരെണീറ്റുകൊണ്ട് മുഹമ്മദ് നബിയെ വിമർശിക്കുകയാണ്, പരിഹസിക്കുകയാണ്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട 3 ആളുകൾ രംഗത്ത് വരികയാണ്. മുആദ്, മുഅവ്വിദ്, ഔഫ് 3 ആളുകൾ രംഗത്ത് വരികയാണ്. ഈ അസ്വദും അതാ ശൈബത്തും ഉത്ബത്തും വലീദും ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ മുഹമ്മദ് നബിയെ നിങ്ങൾ മക്കയിൽ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ചപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന അൻസാരികളിൽപ്പെട്ട 3 ആളുകളാണ്. ആ സമയത്ത് ഉത്ബത്തും ശൈബത്തും വലീദും പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളെയല്ല, മുഹമ്മദിന്റെ വിശ്വാസം പാലിച്ചുകൊണ്ട് പുൽകിയിട്ട് നിങ്ങളുടെ നാട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ കുടുംബക്കാരായ പ്രമുഖരായ പല ആളുകളും കഴിയുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് രംഗത്ത് വരാൻ പറയടാ, അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത നിങ്ങളെ കിട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ആ സമയത്ത് ഇവരങ്ങ് കയറുകയാണ്. 2ാമത് ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും വലീദിന്റെയും വെല്ലുവിളിയുടെ അഹങ്കാരത്തിന്റെ തൊലിക്കട്ടിയുടെ മുമ്പിൽ ഭീരുക്കളായി പിന്മാറാതെ നിന്നുകൊടുക്കൽ ദീനിന്റെ ഇസ്സത്താണെന്ന മനഃശാസ്ത്രപരമായ സമീപനത്തില് 3 ആളുകൾ ഇറങ്ങുന്നത് ആരെന്നറിയോ? മഹാനായ ചൊല്ലിക്കോളോ ബദരീങ്ങളിൽ മഹാന്മാരാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ് ഒന്ന്. 2ാമത് ഹംസത്തുൽ ഖറാറാണ്, അസദുല്ലാഹി ഹംസ. 3ാമത് മഹാനായ 70 വയസ്സ് കഴിഞ്ഞ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു. പടുവൃദ്ധന, വയസ്സ് 70 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വാളെടുത്ത് ഇറങ്ങുകയാണ്. കാരണം എന്താ? റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ച് ഇനി നോക്കിക്കാൻ പറ്റൂല. അവരെ മനസ്സങ്ങനെ ആയിരുന്നു. മുത്ത് റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചത്. ഇനി എവിടുക്കാ നോക്കിക്കണ്? 3 ആള് ഇറങ്ങി. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ. അതിലാരെന്ത് പറഞ്ഞ കാര്യമില്ല. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് വലുത് മുഹമ്മദ് മുസ്തഫ, ജുനൂദുൽ മഹബ്ബ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. മക്കം ഫത്ഹ് സംഭവിച്ചപ്പോൾ അൻസാരികളിൽ പലരും കരയുകയാണ്. മക്കയിൽ ഇരുന്നു കൊണ്ട് ഓരോ മൂലയിൽ കണ്ണീര് വാർത്തുകൊണ്ട് പരസ്പരം സ്വകാര്യ സംഭാഷണത്തിലാണ് അൻസാരികള്. റസൂലുള്ളാഹിന്റെ ചകിട്ടിൽ ഈ വിവരമെത്തി. അൻസാരികളിൽ പലരും സങ്കടത്തിലാണ്. മക്കം ഫതയിൽ എല്ലാവരും സന്തോഷത്തിലാണ്. പക്ഷേ അൻസാരികൾ സങ്കടത്തിലാണ്. മക്കം ഫതയിൽ എല്ലാവരും സന്തോഷത്തിലാണ്, അൻസാരികൾ സങ്കടത്തിലാണ്. ഒരു കാര്യമാണ്. അവിടെയല്ലേ മഹബത്ത് നമ്മൾ വായിക്കേണ്ടത്. പൊട്ടിക്കരഞ്ഞ് ഒലിച്ചിറങ്ങുന്ന കണ്ണീര് തുടച്ചു മാറ്റി ഏങ്ങലടിച്ച് സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട അൻസാരികളെ വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്താ നിങ്ങൾക്കൊരു സങ്കടം, എന്താ നിങ്ങൾക്കൊരു ദുഃഖം? അപ്പോൾ ഇവർ പറഞ്ഞു, നബിയേ, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പറഞ്ഞയച്ചത് കൊണ്ടാ ഞങ്ങൾക്ക് നിങ്ങളെ കിട്ടിയത്, അതുകൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടത്.
അതുകൊണ്ടാ ഞങ്ങൾക്ക് നിങ്ങളെ തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞത്, അതുകൊണ്ടാ ഞങ്ങളെ മദീനയിൽ നിങ്ങൾ കിട്ടിയത്. നിങ്ങളെ കിട്ടിയിടം മുതൽ ഞങ്ങൾക്ക് ആഘോഷം തന്നെ. من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع أنت في الكل جميل وجمال يا مطاع يا نبي سلام عليكم. ഒരു സലാം എല്ലാം പറയും. ആ പെണ്ണുങ്ങൾ പതുക്കെ, ആണുങ്ങൾ കുറച്ച് ഉറക്കം. ഒരു സലാം മുത്തനബിക്ക്. യാ നബി സലാം അലൈക്കോ, യാ റസൂൽ സലാം അലൈക്കോ, യാ ഹബീബ് സലാം അലൈക്കോ, സ്വലവാതുല്ലാഹി അലൈക്കോ. അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടിയിടം മുതൽ മദീനയിൽ അവർക്ക് ആഘോഷമാണ്, ആനന്ദ തുന്തിലമാണ്, ആഹ്ലാദ മുഹൂർത്തമാണ്. സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിക്ക് അവർ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതല്ലേ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടായിരുന്നു മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്ത്. പിന്നീട് ഭാര്യമാർക്ക് വേണ്ടി ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു കുറച്ച് അകലേക്ക് മാറ്റിക്കൊടുത്തു. അപ്പോൾ പിന്നെയും റസൂലുള്ളാഹിന്റെ കുടുംബം വന്നപ്പോൾ, ഫാത്തിമ മോള് വന്നപ്പോൾ, മോളെ എപ്പോഴും കാണണമല്ലോ, പിന്നെയും സൗകര്യപ്പെടുത്തണോ. അതിനതാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വന്നപ്പോ പിന്നെയും വീടിന് അതാ മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് പിന്നെയും കുറച്ചേക്ക് അകലേക്ക് മാറ്റേണ്ടി വന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് പറയാൻ മടിയായി. സഹാബാക്കളിൽ ചിലർ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹാരിസ, ആയിഷ മോള് വന്നിരിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് വീട് കൂടണമെന്നുണ്ട്. നിങ്ങളുടെ വീട് ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയാലേ അതിന് സൗകര്യമുണ്ടാവുകയുള്ളൂ. പക്ഷെ 1-2 പ്രാവശ്യം നിങ്ങൾ മാറ്റിക്കൊടുത്തതല്ലേ, ഇനി നിങ്ങളോട് പറയാൻ മടിയായിട്ട് റസൂലുള്ള മാറി നിന്നതാണ്. ഇത് അറിഞ്ഞ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, നബിയേ, എന്റെ വീടൊന്ന് മാറ്റാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടായി, എനിക്ക് പ്രയാസമായിരിക്കും എന്ന് കരുതിയിട്ടാണ് പറയാത്തത് എന്ന് ഞാൻ അറിഞ്ഞു. നബിയേ, എന്തിനാണ് എന്നോട് പ്രയാസപ്പെടുന്നത്? അന വമാലി ലക യാ റസൂലല്ലാഹ്, ഞാനും എന്റെ വീടും എന്റെ സമ്പത്തും അങ്ങയുടേതല്ല നബിയേ. അതുകൊണ്ട് ഞാൻ വീട് മാറ്റുക മാത്രമല്ല, എന്റെ വീട് ആയിഷാക്ക് പാർക്കാൻ അങ്ങയുടേതാണ് യാ റസൂലല്ലാഹ്. ആ വീട് തന്നെ കൊടുത്തു. ഈ ആളാരാ നിരങ്ങള്? മിഅ്റാജിന്റെ രാത്രിയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഹാരിസത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗ്ഗത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതായിട്ട് കണ്ടു. നബിയുനാ റസൂലുള്ളാഹി شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. കേൾക്കുന്ന ഉമ്മമാരെ, ആണുങ്ങളെക്കാൾ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ 2 വലിയ ഹാള് നിറഞ്ഞൊഴുകി നിൽക്കുകയാണ്. നിങ്ങൾ റമദാനിൽ നിന്ന് എത്ര ദിവസമായി, എത്ര ഖത്മ ഖുർആനായി? അല്ല ഒരു പകുതി 15 ജുസായോ? അല്ല ഒരു ഖത്മായോ? അല്ല ഒരു ഖത്മ പോലും തീർക്കാത്തത് പരിതാപകരമായ അപകടം തന്നെ. സൗഭാഗ്യം അവതാളമായി എന്നതിന്റെ ലക്ഷണം തന്നെ. അല്ലാഹു ഖുർആനുമായി ഖിറാഅത്ത് കൊണ്ട് ബന്ധപ്പെട്ടതിന്റെ ഉത്സാരങ്ങളിലേക്ക് നമ്മുടെ ബോധതലങ്ങളുടെ വാതായനങ്ങള് പരിശുദ്ധ റമളാനിന്റെ ഹുർമത്ത് കൊണ്ട് തുറന്നു തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ അല്ലാഹു തആല തുറന്നു തരട്ടെ. മഹാനായ കേട്ടോളോ, മഹാനായ ഹാരിസത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആന്, പരിശുദ്ധ ഖുർആൻ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് ഓതുകയാണ്. സ്വർഗത്തിൽ ഇപ്പൊ ഖുർആൻ ഓതേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഖുർആൻ ഓതിയ ആൾക്കാർക്ക് സുഖിക്കാനുള്ള സ്ഥലമാണ് സ്വർഗം. പക്ഷെ സ്വർഗത്തിൽ എങ്ങാനും ഒരാൾക്ക് ഖുർആൻ ഓതാനുള്ള അവസരം അല്ലാഹ് തരികയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സുഖം റുമ്മാമ്പഴം മുന്തിരി ഒന്നല്ല, ഖുർആൻ ഓത്തായിരിക്കും. ആ ഒരു സ്റ്റെപ്പിക്ക് ഹാരിസ റളിയല്ലാഹു അൻഹു ഉയർന്നു. കാരണം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? അത് നേരത്തെ പറഞ്ഞ ഹംസത്ത് ഖുർആന്റെ അവിടേക്കാണ് നീങ്ങിയത്. ഇത് പറയാതെ താല്പര്യമുണ്ടോ? കാരണം പറയണോ? എന്നേ കേട്ടോളി. ഉമ്മാക്ക് സേവനം ചെയ്തു കൊടുത്താണ്, വേറൊന്നുമല്ല. ഹാരിസത്ത് റളിയല്ലാഹു അൻഹുക്ക് ഉമ്മ ഉണ്ടായിരുന്നു, കണ്ണ് കാണാത്ത ആളായിരുന്നു, പടുവൃദ്ധയായിരുന്നു.
ആ ഉമ്മാക്ക് ഓതെടുത്ത് കൊടുക്കൽ ഹാരിസാർ അള്ളാഹു, ഉമ്മാക്ക് കാലഴുകി കൊടുക്കൽ ഹാരിസാർ അള്ളാഹു, ഉമ്മാനെ നിസ്കരിപ്പിക്കൽ ഹാരിസത്താണ്. അങ്ങനെ ഹാരിസത്തെന്ന പൊന്നുമോൻ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കും, ഉമ്മാക്ക് ഒളു ചെയ്തു കൊടുക്കും, ഉമ്മാക്ക് സേവനം ചെയ്യും. ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ ഹാരിസ, എനിക്ക് കണ്ണ് കാണൂല, അതുകൊണ്ട് ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. ഉമ്മാന്റെ കുട്ടി എന്റെ മുമ്പിൽ ഇരുന്നിട്ടൊന്ന് ഖുർആൻ ഓതണോ? ആ സമയത്ത് ഹാരിസത്ത് റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത രോഗിണിയായ പടുവൃദ്ധയായ ഉമ്മാന്റെ മുമ്പിൽ വെച്ചുകൊണ്ടങ്ങ് ഖുർആൻ ഓതിയപ്പോൾ മനസ്സ് പൊട്ടിയിട്ട് ഉമ്മ ഒന്ന് ദുആ ചെയ്തു, റബ്ബേ എന്റെ ഈ മോന് സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാ നീ അവസരം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ഉമ്മയ്ക്ക് പൈസ ചെലവഴിക്കുന്ന ആളുകളുണ്ടാകും, ഉമ്മയെ ഡോക്ടറെ കാണിക്കുന്ന ആളുകളുണ്ടാകും, ഉമ്മയെ രോഗിയായാൽ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാകും. പൊന്നുമോനെ തിരക്കിനിടയിൽ പലർക്കും പറ്റിയില്ല എന്നും കരുതും. എന്നാലും ഒരു മനസ്സുണ്ടാകണം, ഇത് എന്റെ ഉമ്മയാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഉമ്മയോട് മക്കൾക്ക് ഇങ്ങോട്ടും കടമയുണ്ടല്ലോ. അത് ഉമ്മമാരാണ് ചിന്തിക്കേണ്ടത്, നമ്മളല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് 9 മാസം എന്നെ പോറ്റിയത് ആ ഉമ്മയാണ്, 20 എല്ലുകൾ പൊടിയുന്ന പ്രയാസത്തോടെ പ്രസവിച്ചത് ആ ഉമ്മയാണ്. കഠിനമായി പ്രസവ സമയത്ത് ഉമ്മയെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളെ നുള്ളി പരിക്കേൽപ്പിച്ചില്ല. ഇനി എന്റെ അടുത്ത് കിടക്കണ്ട എന്ന് പറഞ്ഞില്ല. കഠിനമായ വേദനയോടെയാണ് നമ്മൾ പുറത്തു വന്നതെങ്കിലോ നമ്മെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് തന്നത് ആ ഉമ്മയാ. ചെറുപ്പത്തിൽ നമ്മുടെ മൂത്രവും കാഷ്ടവും ഉമ്മയാണ് പേറിയിരുന്നത്. ഒരു പ്രാവശ്യം പോലെ ഉമ്മയുടെ ശരീരത്തിൽ ഈ മൂത്രമൊഴിച്ചപ്പോൾ ഉമ്മ ശപിച്ചിട്ടില്ല, കാഷ്ടിച്ചപ്പോൾ വലിച്ചെറിഞ്ഞിട്ടില്ല. നിന്റെ മൂത്ര ഉമ്മയ്ക്ക് അത്രായിരുന്നോ, നിന്റെ മല ഉമ്മയ്ക്ക് കസ്തൂരിയായിരുന്നോ? അങ്ങനെ പാതിരാത്രിയില് നീ അങ്ങ് 2:30 മണിക്ക് തൊട്ടിലിൽ കിടന്നുകൊണ്ട് അങ്ങ് പാട്ടുപാടാൻ തുടങ്ങിയാൽ നിന്റെ കരച്ചിലാകുന്ന പാട്ട് കേട്ടുകൊണ്ട് പാതിരാത്രിയിൽ കൂർക്കം വലിക്കുന്ന ഉമ്മ ഒന്ന് ഉണർന്നപ്പോൾ ഊരക്ക് വേദനയാണ്, കാലിന് നീരാണ്, എന്നാൽ അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞോട്ടെ, കരഞ്ഞ് തളർന്നാൽ ഉറങ്ങിക്കോളുമെന്ന് കരുതിയില്ല. നിന്റെ കരച്ചിലൊന്ന് തുടങ്ങിയപ്പോഴേക്ക് ഉമ്മ അങ്ങ് ഉണരുകയാണ്. ആ സമയത്ത് 2:30 മണിക്ക് കൊതുകിന്റെ കടിയും കൊണ്ടുകൊണ്ട് എല്ലാവരും വീട്ടിൽ സുഖനിദ്രയിൽ ആണ്ടുപോയപ്പോ പാട്ടുപാടിരുന്ന ഉറക്കിയ ഒരു ഉമ്മയില്ലേ? ഉമ്മന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് പരിഷ്കാരിയായ മോനെ മറക്കണ്ടടാ, മറക്കണ്ട. ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു കണ്ണ് കാണാത്ത പടുവൃദ്ധയായ പൊന്നുമ്മാന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയപ്പോൾ ഉമ്മ അങ്ങ് മകന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹ് എന്റെ മകനെ നീ പരിശുദ്ധമായ സ്വർഗത്തിൽ പവിത്രമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സൗഭാഗ്യത്തിലെത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് നൽകിയ സേവനത്തിന്റെ പരിശുദ്ധി കാരണത്താൽ സ്വർഗത്തിൽ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നുണ്ടെന്ന് റസൂലുള്ള പറയുമ്പോ അതേ ഹാരിസത്ത് റളിയല്ലാഹു തആല ഇതാ തന്റെ വീട് റസൂലുള്ളാഹിക്ക് വേണ്ടി മാറ്റിക്കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉമ്മയും ചെറുതാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. الشفاعة هب لنا في القيامة مشفقا واخلنا إلا يا سيدي خير النبي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله. ബദ്ർപാട്ടും ബദരീങ്ങളുടെ തവസ്സുൽ ബൈത്തും അതാ അരമനയിലും അടുക്കളയിലും ഒരു കാലത്ത് ഹോസ്പിറ്റലുകളിലും സംഗീതം പോലെ മുഴങ്ങിയിരുന്നു.
ഗർഭിണികൾ പ്രസവിക്കാനെന്ന് പേര് കീറല്ല, അവരുടെ സർജറി എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മോസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എന്നെ കാക്കണോ യാ റബ്ബനാ തണ്ണം വബാവ സൂര്യോ മോനെ ഇത് കുറക്കല്ലേ, അതേ ഞാൻ പറഞ്ഞു, ഇത് കുറക്കല്ലേ, ഇത് ഇങ്ങനെ തിരിപ്പിടിച്ചിട്ട് സ്വിപ്പാക്കല്ലേ, ഇന്ന് കുറച്ച് ഉഷാറായിരുന്നു, ഇത് അവസാനം വെച്ച് സ്വിപ്പാക്കല്ലേ, പിന്നെ ഇങ്ങനെ തിരിപ്പിടിക്കണം, ഇതൊക്കെ പോയി, ഇതൊന്നുമില്ല, അവിടേക്ക് ഉണ്ടാവും, ഇതില്ല, ഇതെന്തിനാ കൊടുന്ന് എനിക്ക് കേൾക്കാനല്ലേ, എനിക്ക് കാണാനല്ലല്ലോ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എന്നെ കാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ. ഇനിയുള്ളതാണ് മനുഷ്യന്റെ മനസ്സിനെ തൊട്ടുണർത്തുന്ന മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ വചനാമൃതവും ഹൃദയാവർജകവുമായ സംഗീതാത്മകമായ താളഭംഗിയിൽ ബദരീങ്ങളുടെ മഹത്വത്തിന്റെ എല്ലാ അന്വേഷണ തലങ്ങളെയും എല്ലാ മഹൽ സംഭവങ്ങളെയും ഗോരോജനാദി ഗുളിക പോലെ പൊതിഞ്ഞുകൊണ്ടുള്ള ഓരോ അക്ഷരക്കൂട്ടങ്ങൾ ഇനിയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി ആശങ്കയെ സമാശ്വാസത്തിന്റെ മന്ദമാരുതനെ കൊണ്ട് ഹൃദയത്തില് ആശ്വാസത്തിന്റെ പൊന്തിരി കത്തിക്കുന്ന പ്രഭാമയമായ അക്ഷരങ്ങൾക്ക് ഇനിയാണ് നാം കാതോർക്കേണ്ടത്. ഇനിയാണ് തണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലോ ബദരീങ്ങളെ ബറകത്തിനാൽ ശുദ്ധമേ കാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണ റബ്ബനാ ലാ ഇലാഹ. ഇന്നല്ലെങ്കിൽ ഞാൻ മരിക്കും, നിങ്ങളും മരിക്കും. നോമ്പ് തുറന്നവരിൽ പലരും ഇപ്പോൾ പള്ളിക്കാട്ടിലാണ്. നോമ്പ് 2 നോമ്പ് പുറപ്പിച്ചവരിൽ പലരും ഇപ്പോൾ മീസാനിന്റെ അടിയിലാണ്. ആദ്യത്തെ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തിരുന്ന ഇമാമിങ്ങളിൽ പലരും ഇപ്പോൾ മൂടുകല്ലിന്റെ അടിയിലാണ്. രണ്ടാമത്തെ 10 ഉസ്താദെ രണ്ടാമത്തെ 10 വന്നല്ലോ, ദുആ മാറ്റാനായല്ലോ എന്ന് ഖത്തീബിനോട് തമാശയിൽ ഓർമ്മപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ 10 ആദ്യ രാത്രിയിൽ 20 റക്അത്ത് തറാവിയിൽ പങ്കെടുത്ത് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ച് ഉസ്താദിന്റെ നസിഹത്തും കേട്ടുപോയ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ഖബറിന്റെ അടിയിലാണ്. ശവ്വാൽ 1 നമ്മളുണ്ടാകുമോ? ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മുടെ ആയുസ് അനുവദിക്കുമോ? ഒന്നും പറയാൻ പറ്റൂല. ഒരു സമയമുണ്ട്, റബ്ബ് താല നിശ്ചയിച്ച സന്ദർഭമാണ്, നിമിഷമാണ്. അതിലേക്ക് നാം ഓരോ കാലടിപ്പാടുകളെ കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം മരിക്കുന്ന സമയത്ത് പിശാചി സകലமான യന്ത്രതന്ത്ര മന്ത്രങ്ങളും പയറ്റി തീവ്രമായി ഹൃദയാന്തരത്തിലുള്ള ഈമാനിന്റെ പ്രഭാവിളക്കിനെ കെടുത്തിക്കളയാൻ വിഷമോദിക്കൊണ്ടിരിക്കുമ്പോ ബദലീങ്ങളാകുന്ന സെക്യൂരിറ്റി സൈന്യങ്ങളാകുന്ന പട്ടാള ചിട്ടയുള്ള പോലീസ് മേധാവികള് ആധ്യാത്മിക ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥ തലങ്ങളിൽ പടച്ചവന്റെ പരലോക സ്വർഗത്തിൽ പൈങ്കിളികളായി പാറിക്കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യവ്യൂഹത്തെ നമ്മുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ഹൃദയത്തിന്റെ കൈമാടി വിളിക്കുകയാണ് അല്ലാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയെത്ര പേര് മരിക്കുമ്പോൾ പുന്നാര പൂമാന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് പരലോക പൗരത്വം സ്വീകരിച്ചവരാണ്. മോനെ അള്ളാന്റെ റസൂലിതാ വന്നിരിക്കുന്നേ, കസേരട്ട് കൊടുക്കടാ. വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാഹ്.
എന്ന് സലാം മടക്കിയിട്ട് മരിച്ചുപോയ മലപ്പുറം ജില്ലയിലെ ഒരു സഹോദരിയെ ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. കൂടെയുള്ള മകൻ ചോദിച്ചു, നിങ്ങൾ എന്താ റസൂലുള്ളാഹിക്ക് സലാം പറയുന്നത് ഉമ്മ? മോനെ, അള്ളാന്റെ റസൂൽ എന്റെ അരികിൽ വന്നുകൊണ്ട് സലാം പറഞ്ഞു ഞാൻ മടക്കിയതാണ്. പ്രമാണം പരിശോധിക്കുന്നവർക്കിതിൽ പക്ഷാന്തരമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ സഹധർമ്മിണി പൊട്ടിക്കരയുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞത്, കരയണ്ട പെണ്ണേ, എനിക്ക് വേണമെങ്കിൽ ഈ പ്രക്ഷോഭകാരികളുടെ വാൾമുനയിൽ നിന്ന് എന്റെ കഴുത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റൂ. കാരണം എന്റെ അരികിൽ ഇപ്പോൾ വന്നിരുന്നു കൂജയുമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്മാനേ, ഈ ശത്രുക്കളിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ? അതല്ല, നോമ്പ് നോറ്റ നീ നോമ്പ് തുറക്കാൻ എന്റെ അരികിലേക്ക് സ്വർഗത്തിലേക്ക് വരണോ എന്ന് റസൂലുള്ള എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ ശപിക്കപ്പെട്ട ദുനിയാവിൽ നിൽക്കൂല നബിയേ, എനിക്ക് അങ്ങയുടെ കയ്യിൽ നിന്നുള്ള കോപ്പയിലെ പാനീയം കൊണ്ട് നോമ്പ് തുറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ ഹബീബിൽ സംഗമിക്കുമല്ലോ എന്ന് മരണസമയത്ത് കരയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പരലോക പ്രതാപത്തിലേക്ക് പാറിപ്പറന്ന മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചരിത്രം ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയത് നോക്കാൻ മറക്കണ്ട വിമർശകരെ. അപ്പൊ റസൂലുള്ള വരുന്നതാണ് വേണമെങ്കിൽ എല്ലാരിലേക്കും എപ്പോഴും വരുമെന്നല്ല പറയുന്നത്. റബ്ബിന്റെ നിയോഗമുള്ള കാര്യങ്ങളൊക്കെ അനുഗ്രഹമായി പെയ്തിറങ്ങുന്നതാണ്. അള്ളാഹു നമുക്കതിന് അവസരം നൽകട്ടെ. മരിക്കുന്ന സമയം നമ്മൾ പോകുന്നത് ഒരു പരിചയമില്ലാത്ത പരലോകത്തേക്കാണ്. ചെന്ന് കിടക്കുന്നത് ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കല്ലറക്കകത്തേക്കാണ്. ആ സമയത്ത് ഖബറും മഹ്ശറും സ്വർഗവും നരകവും അദാബും അതാ ഹിസാബും യസീറോ ഹിസാബും അതാ ഗൗരവമുള്ളതോ സലാമത്തും ഷഫാഅത്തും എല്ലാം പരിചയമുള്ള പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സുൽത്താനായ അള്ളാന്റെ അഷ്റഫായ അസിയനായ അത്യബായ അഹക്കായ അത്തഖയായ അഅലമായ അഹബ്ബുൽ ഖൽഖി മുഹമ്മദ് മുസ്തഫ അവസാനം പ്രഭാഷണത്തിന്റെ പരിസമാപ്തി ഇഷ്കിന്റെ നിർമ്മണത്തിന്റെ മിസ്കിന്റെ നിർമ്മണം വീശുന്ന സുഗന്ധഭരിതമായ തെൻതുള്ളികൾ മദീനയുടെ ഖുബ്ബത്തുൻ ഖളറാഇന്റെ നിഴലടിക്കുന്ന കസ്തൂരി മണ്ണിന്റെ താഴെ പേമാരി പോലെ പെയ്തിറങ്ങിയിട്ട് ആ മദീന മലർവാടിയുടെ പരവതാനിയിൽ കവല് വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന പ്രപഞ്ചത്തിന്റെ സുൽത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്തിന്റെ വചനാമൃതങ്ങൾ പ്രതീക്ഷാ നിർഭരമായ ഹൃദയങ്ങളിൽ നിന്ന് കൊച്ചോളങ്ങൾ സൃഷ്ടിക്കുന്ന പുഴയിലെ ഒഴുക്ക് പോലെ ഹൃദയത്തിന്റെ താളഭംഗിയിൽ നിന്ന് മഹബത്തിന്റെ നറുമണത്തോടെ ഹൃദയങ്ങളിൽ നിന്ന് മദീനയുടെ ഇടനെഞ്ചിലേക്ക് മഹബത്തിന്റെ സ്വലാത്ത് ഒഴുക്കാ. എന്റെ പ്രഭാഷണത്തിന്റെ പരിസമാപ്തിയിലെ അക്ഷരങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ആണുങ്ങളെ അധരങ്ങളെ റൗളയിലേക്ക് ഉച്ചയിത്തരം ശബ്ദം കൊണ്ട് ഒന്ന് ചലിക്കട്ടെ. മഗ്ഫിറത്തിന് നമ്മൾ പാത്രമായിട്ടില്ലെങ്കിൽ, റഹ്മത്ത് നമ്മൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ, യുദ്ധത്തിന്റെ പട്ടികയിൽ പടച്ചവന്റെ ഖളായിൽ വരാതെ ഈ സമയം വരെ കെട്ടിക്കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ, ഐനുർ റഹ്മത്തിന്റെ അത്ഭുതാവ്രജമായ സലാത്തിന്റെ അമാനുഷികമായ കരുത്തുകൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളെ ഈമാനിന്റെ കനകക്കൊട്ടാരമാക്കി ആ കനകക്കൊട്ടാരത്തിന്റെ അകത്തളത്തിലുള്ള മനോഹരമായ ഹൃത്തടത്തിന്റെ പൂങ്കാവനത്തിൽ ഈ സമയം തന്നെ അമ്പിളികളിൽ അമ്പിളിയായ നക്ഷത്രങ്ങളിൽ നക്ഷത്രമായ ജ്യോതിർഗോളങ്ങൾക്ക് പ്രകാശം കൈമാറിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഹേതുകമായ മുഹമ്മദ് മുസ്തഫ ريح الصباح يوما إلى أرض الهرم بل سلامي روضة فيها النبي المحترم أكبادنا مجروحة من سيف هجري مصطفى
يا سيدي ارحم لنا يا سيدي ارحم لنا കാറ്റേ കാറ്റേ റോഡയിലായി വിശുന്നേരാ എത്തിക്കുമോ പാപിയമേറെ നിന്നോരോ അഭിവാദന വചനങ്ങളായി യജമാനരേ കൃപ ചെയ്യണേ യജമാനരേ കൃപ ചെയ്യണേ യാ സയ്യിദി ഇർഹം ലനാ യാ സയ്യിദി ഇർഹം ലനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ആഖിറത്തുമാലിൽ നമ്മുടെ പ്രതീക്ഷ ഒന്നേ ഒന്ന് മാത്രം, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല ഹബീബിന്റെ മുഹബ്ബീങ്ങളിലും മുത്തമീങ്ങളിലും നമുക്ക് അവിടുത്തെ ആശഖീങ്ങളിലും അവിടുത്തെ മുദ്ദാഹിലും നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ മദഹിന്റെ സാമീയങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ ഓർമ്മയിലായ രോമാഞ്ചം കൊള്ളുന്ന ഒരു ഹൃദയം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ സങ്കട കഥകളിൽ കണ്ണീരൊലിക്കുന്ന ഒരു കണ്ണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ മദീനയിലെത്തുന്ന ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് കനിയട്ടെ. മദീനയിലെത്തിയാൽ വറക്കുന്ന ശരീരവുമായി ഒലിക്കുന്ന കണ്ണുമായി ആ പച്ചക്കുബ്ബയുടെ ചുവട്ടിലായി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഇഷ്കിന്റെ നറുമണം ഉള്ളിൽ അനിയന്ത്രിതമായി അനർഘമായി നിർഗളിക്കുന്നവരിൽ ആരോ ഇപ്പോൾ മദീനയിൽ എത്തിയതുപോലെ ഉണ്ടാകും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എനിക്കെന്റെ ശബ്ദം എത്ര അടച്ചുപോയാലും ഞാൻ എന്റെ ചെരുപ്പുകൾ ഊരിയിട്ട് പ്രഭാഷണത്തിന്റെ പ്രാരംഭത്തിൽ പച്ചക്കുബ്ബയെ മനസ്സിൽ വെച്ച് കണ്ണൊന്നടച്ച് ഈ സലാം അങ്ങ് ചൊല്ലിയാൽ എന്റെ തൊണ്ട തുറക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ പലപ്പോഴും അക്ഷരങ്ങൾ ഇടറുമ്പോ പ്രഭാഷണം സലാം കൊണ്ടങ്ങ് തുടങ്ങിയാൽ തുറക്കുന്നതിന്റെ പൊരുള് ഈ സലാമിന്റെ മഹത്വം തന്നെയാണ്. ആ പച്ചക്കുബ്ബയെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ താലോലിച്ചുകൊണ്ട് ഒഴിഞ്ഞ സമയത്ത് നമുക്കും ഒന്ന് സലാം പറയാം. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, റൗളയിൽ എത്തിക്കും പോലെ എത്തിക്കണേ അല്ലാ. കണ്ണീരൊലിപ്പിച്ച് നിൽക്കാനുള്ള അവസരം നൽകണേ അല്ലാ. ഈ പാവപ്പെട്ട മുതഅല്ലിമിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് സ്വലാത്തിൽ ആവേശം കൊണ്ട് മാത്രം റൗളയിൽ എത്തിയ ഒരുപാട് മലയാളികളെ എനിക്കറിയാം. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ആരൊക്കെയാണ് വിളിച്ചത് എന്നറിയാൻ മൊബൈലൊന്ന് തുറന്നു നോക്കിയപ്പോൾ മദീനയിൽ നിന്നുള്ളൊരു നമ്പർ കണ്ടു. അത് എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ മൻസൂർ എന്ന ചെറുപ്പക്കാരന്റെ നമ്പറാണ്. റൗളയിൽ പോകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. റൗളയിൽ പോയിട്ട് വിളിച്ചതാ. ഒരു ആലിമല്ല, മുതഅല്ലിമല്ല, മദ്രസ കോഴ്സേ ഇൽമിയായി പൂർത്തീകരിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നെ പോലെയുള്ള മുതഅല്ലിമീങ്ങളെയും വലിയ ആലിമീങ്ങളെയും ഇഷ്ടപ്പെടുന്നവനാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്കൊക്കെ പ്രഭാഷണത്തിന് പോയാൽ ഏത് തിരക്കും മാറ്റിവെച്ച് പിന്നാലെ കൂടുന്ന ചെറുപ്പക്കാരനാണ്. ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് എല്ലാ ഇപ്പിയും ചപ്പാത്തിയും ചപ്പാപ്പിയും അപ്പാച്ചിയും ഇപ്പിയും ഒക്കെയായി നടക്കുന്ന ആളാണ്. അവൻ ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ കണ്ടപ്പോൾ അന്ന് ഞാൻ 3 മണിക്കൂർ കണ്ണൂർ സിറ്റിയിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞൊരു റബീഉൽ പ്രഭാഷണമാണ്. ഞാൻ ഒരു കാര്യമേ വണ്ടിയിൽ നിന്ന് അവനോട് പറഞ്ഞുള്ളൂ, നീ സിനിമാ പാട്ട് കേട്ടാലും പല രൂപത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില രീതികളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഏത് പ്രണയത്തിൽ നീ കുടുങ്ങിയാലും പ്രണയത്തിൽ കുടുങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് എനിക്ക് നിന്നോട് ഒരൊറ്റ ഷർത്തുണ്ട്. 3 മണിക്കൂർ എന്റെ മുമ്പിൽ ഇയർഫോണൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇരുന്നു തരണോ? അവൻ അതങ്ങ് പാലിച്ചോ. 3 മണിക്കൂർ എന്റെ മുമ്പിൽ അങ്ങ് ഇരുന്നോ. ഈ സംസാരം മൻസൂറും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ആ ചെറുപ്പക്കാരൻ ഒരു പ്രേമത്തിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ട് അന്ന് എൻ്റെ കണ്ണൂരിലെ 3 മണിക്കൂർ പ്രഭാഷണം മുന്നിൽ ഇരുന്ന് വളരെ ശ്രദ്ധയോടെ കേട്ടു. ഏതോ അക്ഷരങ്ങൾ ആ കുട്ടിയുടെ ഹൃദയത്തിൽ കുടുങ്ങി. റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് ഹൃദയത്തിൽ ഒരു മൊട്ടിട്ട് വിടർന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് പറഞ്ഞു,
ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് ആളൊന്ന് വേറെ ആയിരുന്നു, ഇപ്പൊ ഒന്ന് വേറെ ആണ് എന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ സ്നേഹങ്ങളൊക്കെ ഒന്ന് വേറെ ആയിരുന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. എന്നെ കാറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇടക്കിടക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്, ഇടക്കിടക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രണയത്തെ കുടുങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ എനിക്കതൊന്നുമില്ല. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സ് നിറയെ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളടുത്ത് വന്നിട്ട് ഒരാഴ്ച നിൽക്കട്ടെ, കൂടെ പ്രഭാഷണത്തിനൊക്കെ വരാലോ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയാം. ദർസിൽ ഒരാഴ്ച വന്നു, അന്നിൻ്റെ പ്രസംഗത്തിനൊക്കെ ഒപ്പം വരും. തിരിച്ചവൻ എന്നോട് പോകുമ്പോൾ പറഞ്ഞെന്താരോ, എൻ്റെ സോക്കടൊക്കെ ഒപ്പം മാറിക്കണം. ഒരു പെൺകുട്ടി എൻ്റെ കൽബിലില്ല, എൻ്റെ കൽബ് നിറയെ ഇപ്പം മുഹമ്മദ് നബിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ, എനിക്ക് ഇനി പെട്ടെന്ന് മദീനത്തെത്തണം, വേറെ ഒന്നുമില്ല. പോണെന്ന് എൻ്റെ റൂമിൽ നിന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ സ്വലാത്ത് നന്നായിട്ട് ചൊല്ലിക്കൊന്നു. ഇവൻ അങ്ങോട്ട് സ്വലാത്തിന്റെ ലഹരിയിലേക്കാണ് കടന്നു. പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് മൊത്തം സ്വലാത്ത്, വീട്ടിൽ നിന്നൊക്കെ സ്വലാത്ത്, പള്ളിയിൽ 5 വക്തും ജമാഅത്തിന് ഒക്കെ സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കുറയാണ്ടെത്തിയപ്പോൾ മദീനത്ത് നിന്നുണ്ട് ഓനക്ക് വിളിക്കണ്, ഇവിടെ ഒരു വിസ കിട്ടിയിട്ടുണ്ട് വരുമോന്ന് വെച്ചിട്ട്. മദീനത്ത് പള്ളിയുടെ തൊട്ടടുത്തേക്ക് വിസ കിട്ടി. അവിടെ അവൻ പോയി, മദീനത്ത് ഇറങ്ങി, നേരെ റൗദയിൽ പോയി സലാം പറഞ്ഞു. എന്നിട്ട് റൂമിൽ പോയി കിടന്ന് ഉറങ്ങി നീറ്റിട്ട് കരഞ്ഞോണ്ട് എനിക്ക് വിളിക്കണ്ടു, ഉസ്താദേ എൻ്റെ ഒരു വലിയ ആഗ്രഹം പോവണിഞ്ഞു, കാരണം റസൂലുള്ളാഹിനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. റൗദയിൽ പോയി കരഞ്ഞ് സലാം പറഞ്ഞ റൂമിലൊന്ന് കിടന്നപ്പോൾ എൻ്റെ കിനാവിൽ 4 പ്രാവശ്യം വന്നു മുഹമ്മദ് മുസ്തഫ. ഇത് അദ്ദേഹം കേൾക്കുന്നുണ്ട്, ഞാൻ വെറുതെ പറയാം, എല്ലാ പ്രസംഗവും കേൾക്കുന്നതാണ്. അത് നമ്മളെ സലാത്തിന് അങ്ങനെ ഒരു മഹത്വം ഉണ്ട് എന്ന് എൻ്റെതല്ല, നമ്മളിത് മരുന്ന് കൈമാറുന്ന ആളാണ്. അത് എടുത്തുപയോഗിച്ചാൽ അതിന്റെ മഹത്വങ്ങളൊക്കെ കിട്ടും, ഒരു സംശയമില്ല. നമ്മളതൊക്കെയാണ് മാറ്റിവെച്ചു. സലാത്ത് അങ്ങോട്ട് ചെല്ലാൻ നടക്കാത്തൊന്നുമില്ല. കോയക്കുട്ടി സാഹിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നല്ലോ, വായിൽ ക്യാൻസർ ആയിരുന്നു. എന്തേ മാറാൻ കാരണം നാരിയ സലാത്ത് എല്ലിയതാണ്. ഉസ്താദ് നാരിയത്ത് സലാത്ത് എല്ലിയിട്ടാണ് ദ്വാരുന്നു, ക്യാൻസർ മാറി. എന്നാൽ ചിലത് മാറൂല, അത് അള്ളാന്റെ തീരുമാനം. അവർക്ക് പരലോകത്ത് ദർജ കൊടുക്കാൻ വേണ്ടി മാറ്റാതെ കൊണ്ടുപോകും, അത് വേറെ ഉണ്ട്. അത് കൺഫ്യൂഷൻ വരരുത്. ഉസ്മാൻ അള്ളാഹ് നന്നായിട്ട് സ്വതക്ക് കൊടുക്കുന്ന ആളാ, എന്നാലും കൊല ചെയ്യപ്പെട്ടു. കാരണം ഷഹാദത്തിന്റെ ദർജയ്ക്ക് അള്ളാഹ് ഉയർത്താനാ. എന്നാൽ അസ്വദക്ക് തുറത്തുൽ ബലായാന്നുണ്ട്. സ്വതക്ക എല്ലാ പ്രയാസങ്ങളെയും കൊലകളെയും പ്രശ്നങ്ങളെയും തടുത്ത് കളയുന്നതാണ്. എന്നാ ഉസ്മാൻ അള്ളാഹിനെ തടുത്തില്ലല്ലോ. കാരണം എന്താ? ആ ബലായ് എന്ന് പറഞ്ഞാൽ ദറജയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദറജയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ കലായിൽ ബലായ് ഉണ്ടാവും. അത് ക്യാൻസർ ആയിട്ടോ അറ്റാക്ക് ആയിട്ടോ ആക്സിഡന്റ് ആയിട്ടോ കുളത്തിൽ മുങ്ങി മരിച്ചിട്ടൊക്കെ ഉണ്ടാവും. അത് സ്വതക്കൊടുത്താലും സലാത്തല്ലാലൊന്നും പോകില്ല. കാരണം എന്താ? അത് ആഖിറത്തിൽ എത്തിയാലേ നമുക്ക് അതിന്റെ ഉപകാരം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്